സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കേണ്ട ബി.ജെ.പി. നേതൃയോഗത്തിൽ പാലക്കാട്ടെ തോൽവിയുടെ ചർച്ചകളാണ് ഇന്ന് നടന്നത്. ബി.ജെ.പിയിൽ കാണാത്ത പതിവ് കാഴ്ചകൾ. കുറുവാ സംഘത്തെ പുറത്താക്കി ബി.ജെ.പിയെ രക്ഷിക്കുക എന്ന് എഴുതി സേവ് ബി.ജെ.പി. പോസ്റ്ററുകൾ. നേതൃത്വത്തിനെതിരെ കൃഷ്ണദാസ് പക്ഷത്തിൻ്റെ പരസ്യ ഭിന്നത പുറത്താക്കി യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന് കൃഷ്ണദാസും എം.ടി. രമേശും എൻ രാധാകൃഷ്ണനും. ശോഭാ സുരേന്ദ്രൻ്റെയും പാലക്കാട്ടെ കൗൺസിലർമാരുടെയും തലയിൽ ഉപതെരഞ്ഞെടുപ്പിലെ വോട്ട് ചോർച്ച വെച്ച് കെട്ടാൻ സുരേന്ദ്രൻ പക്ഷം. ഇതിനിടയിൽ സംഘടനാ തെരഞ്ഞെടുപ്പിനൊടുവിൽ ദേശീയ നേതൃസ്ഥാനം നഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കി സംസ്ഥാന അധ്യക്ഷ പദവി ലക്ഷ്യമിട്ട് കരുക്കൾ നീക്കി വി മുരളീധരനും. വി കെ ശ്രീകണ്ഠൻ്റെ ഫോൺ കോളുകൾ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. വോട്ടുകൾ ഡീലാക്കാനായിരുന്നു. ബി.ജെ.പിയിലെ കുറുവാ സംഘം പുറത്തു പോകുമോ? ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നു. ഇന്ന് ചർച്ചയിൽ ചേരുന്നവർ: ഡോക്ടർ വി.പി. മുസ്തഫ, CPIM പ്രതിനിധി; കോൺഗ്രസ് സഹയാത്രികൻ N. ശ്രീകുമാർ; വലതു നിരീക്ഷകൻ ഷാബു പ്രസാദ് എന്നിവർ. ഡോക്ടർ വി.പി. മുസ്തഫ ഇപ്പോൾ ടെലിഫോൺ ലൈനാണ് ഉള്ളത്. ഡോക്ടർ വി.പി. മുസ്തഫ, ബി.ജെ.പിയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ അത് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിലൊക്കെ പറഞ്ഞ ഡീലിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രശ്നങ്ങൾ എന്ന് കാണണോ, അതോ ബി.ജെ.പിയിലെ പൊതുവേ ഉള്ള പ്രശ്നങ്ങളായിട്ടാണോ നിങ്ങളൊക്കെ കാണുന്നത്? ഇത് ബി.ജെ.പിയുടെ കൃത്യമായിട്ടുള്ള സംഘടനാപരമായി രാഷ്ട്രീയമായി എത്രമാത്രം അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ പ്രശ്നമാണ്. കേവലമായിട്ടൊരു പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് തിരിച്ചടിയെ മാത്രമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതല്ല. 2014 അധികാരാരോഹണത്തോടു കൂടി പൊതുവെ ഇന്ത്യയിലാകെയും കേരളത്തിൽ വിശേഷിച്ചും ബി.ജെ.പി. എത്രമാത്രം ദുഷിച്ചു പോയിരിക്കുന്നു എന്നുള്ളതിന്റെ പൊട്ടിത്തെറികളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമ്മൾ ദേശീയ തലത്തിൽ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പൊ അദാനി എന്ന് പറയുന്ന ഗൗതം അദാനി എന്ന് പറയുന്ന ഗൗതം അദാനി എന്ന് പറയുന്ന ഒരു കോർപ്പറേറ്റ് ഭീകരൻ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ കൊള്ളയടിച്ചു കൊണ്ടുപോകുന്നത്, അതിനെങ്ങനെയാണ് നരേന്ദ്രമോദി ഭരണം ഒത്താശ ചെയ്തു കൊടുക്കുന്നത്. ഇന്ത്യയിൽ 2100 കോടി രൂപ ബി.ജെ.പി. ഉൾപ്പെടെയുള്ള ഭരണകർത്താക്കൾക്ക് കോഴയായി കൊടുത്തതിന് കേസെടുക്കേണ്ടി വന്നിരിക്കുന്നത് ന്യൂയോർക്കിലെ കോടതിയിലാണ്. എന്തുമാത്രം അധപ്പതിച്ച നിലയിലാണ് ബി.ജെ.പിയുടെ ദേശീയ രാഷ്ട്രീയം. നമ്മൾ ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ അത് ഗൗരവമായിട്ട് കണ്ടതാണല്ലോ. കേരളത്തിൽ ഇപ്പോൾ അവർക്ക് വലിയ അധികാരമൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ദേശീയ അധികാരം വെച്ചുകൊണ്ട് എന്തോ ചീന്ന വഴികളിലൂടെയാണ് അധികാരം എങ്ങനെയാണ് ബി.ജെ.പിയെ ദുഷിപ്പിച്ചിരിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും കൃത്യമായ പൊട്ടിത്തെറികളാണ് വരുന്നത്. അതുകൊണ്ട് നിങ്ങളിത് വെറുതെ പാലക്കാട്ടെ ഒരു പരാജയം, അതിൻ്റെ പുറത്ത് ആരെയെങ്കിലും ബലിയാടാക്കുക എന്ന് പറയുന്ന ഒരു കേവലമായ പ്രശ്നമൊന്നുമല്ല. ബി.ജെ.പിയെ പോലെ ഒരു വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയിൽ അത് അധികാരം ദുഷിപ്പിക്കുമ്പോൾ ഏറ്റവും ജീർണിച്ച അവസ്ഥയിലെത്തുക, അവിടെ കൊട്ടേഷൻ സംഘങ്ങളായിട്ടും ആർത്തി പൂണ്ട പണ്ടാരങ്ങളായിട്ടും അത് മാറും എന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഏറ്റവും ഭീകരമായ ഒരു അവസ്ഥ പൂണ്ടിരിക്കുകയാണ് രാഷ്ട്രീയം എന്നൊക്കെ. ഡോക്ടർ വി.പി. മുസ്തഫ, ഇപ്പോൾ ഇന്ന് ഒരുപക്ഷെ മാധ്യമങ്ങളെല്ലാം ആ രീതിയിൽ ചർച്ച ചെയ്ത് കെ സുരേന്ദ്രൻ എന്ന ബി.ജെ.പി. അധ്യക്ഷനോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഇതൊക്കെ ചവറ് വാർത്തകളുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഈ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്കെന്താണ് ഇടപെടാൻ കാര്യം? നിങ്ങളാരാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയാൻ എന്നൊക്കെയുള്ള പ്രതികരണങ്ങളാണ് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. അതേസമയം മറ്റൊരു പ്രതികരണം നമ്മൾ കേട്ടല്ലോ. ബി.ജെ.പിയോടൊപ്പം പോലും ബി.ജെ.പിയിൽ പോലും ഒരു കാലത്ത് പ്രതീക്ഷ കണ്ടിരുന്ന ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് പറഞ്ഞിരിക്കുന്നത് ബി.ജെ.പി. ഒരു അലവലാതി പാർട്ടിയാണ് എന്നാണ്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇന്ന് കേട്ട കാര്യങ്ങളാണ്. അല്ല, അതാണ് ഞാനിപ്പോൾ പറഞ്ഞല്ല അല്ലെ, ഈ അധികാരവും സമ്പത്തിനോടുള്ള ആർത്തിയും പദവികളോടുള്ള വ്യാമോഹവും
BJP-യെ എങ്ങനെ ദുഷിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ റോൾ മാതൃകയാണ് BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. നിങ്ങൾ ഈ 2014 മുമ്പുള്ള കെ സുരേന്ദ്രന്റെ ശരീരഭാഷയും അദ്ദേഹത്തിന്റെ സംസാര രീതിയും, അദ്ദേഹം നമ്മുടെ ചാനൽ ചർച്ചകളിലൊക്കെ അന്ന് പങ്കെടുക്കുന്ന ഒരാളാണല്ലോ. 2014 മുമ്പേ അദ്ദേഹം ഇതുപോലെ ഒരു വലിയ റോളിലായിരുന്നില്ലല്ലോ. അന്ന് BJP-യുടെ ഒരു സംസ്ഥാന വക്താവായിട്ട് ചാനൽ ചർച്ചകളിലൊക്കെ അന്ന് ഉണ്ടായിരുന്ന സുരേന്ദ്രന്റെ ശരീരഭാഷയും അദ്ദേഹം ചാനൽ ചർച്ചകളിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു ഭാഷയും, എന്നാൽ കേന്ദ്ര അധികാരം കിട്ടിയ ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആ പദവിയിലിരുന്നു കൊണ്ട് ധനസമ്പാദനവും അതുപോലെയുള്ള മറ്റു വഴികളും, ഞങ്ങൾ പറയുന്നതല്ല, BJP-ക്കകത്ത് തന്നെയുള്ള വലിയ ആക്ഷേപങ്ങളാണ്. അതെങ്ങനെ ഒരു BJP കേഡറെ ദുഷിപ്പിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാത്ത മാതൃകയാണ് ശ്രീ കെ സുരേന്ദ്രൻ. അങ്ങനെയാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഇന്നിപ്പോൾ അദ്ദേഹം ഉപയോഗിച്ച, മാധ്യമങ്ങളോട് ഉപയോഗിച്ച വാചകം, ഈ ചവറ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു CPIM സഖാവിൻ്റെ വായിൽ നിന്നാണ് വീണുപോയിരുന്നതെങ്കിൽ ലാലെ ഇന്നത്തെ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ ചർച്ചാ വിഷയം മുഴുവൻ ഏതാകുമായിരുന്നു. NN കൃഷ്ണദാസ് വളരെ കൃത്യവും വ്യക്തവുമായിട്ട് അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള ഒരു നേരനുഭവം വെച്ച് മാധ്യമങ്ങളുടെ, ചാനലുകളുടെ ചില ശൈലിയെക്കുറിച്ചൊരു പ്രയോഗം നടത്തിയപ്പോൾ 2-3 ദിവസം അതായിരുന്നില്ലേ നമ്മുടെ ചാനലുകളുടെ മുഖ്യ ചർച്ചാ വിഷയം? ചാനലുകൾ മാത്രമല്ല, വലതുപക്ഷ രാഷ്ട്രീയവും അത് ഏറ്റെടുത്തു, CPM-നെ അടിക്കാനുള്ള ഒരു വലിയ വടിയായിട്ട് തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ. പക്ഷെ ഇപ്പോൾ നിങ്ങൾ നോക്ക്, രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ, ഒരു വലിയ പദവിയിലിരിക്കുന്നയാൾ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളെയും അതിൻ്റെ പ്രവർത്തകരെയും അവർ പ്രസരിപ്പിക്കുന്ന വാർത്തകളെയും ചവറ് എന്ന് ആക്ഷേപിച്ചപ്പോൾ ഒരാൾക്കും പൊള്ളുന്നില്ലല്ലോ. പോട്ടെ, ഇത് കേട്ട വലതുപക്ഷ മാധ്യമങ്ങൾ, കാരണം അവരവിടുന്ന് ഈ വല്ലതും കിട്ടിയിട്ട് നിൽക്കുന്നവരായതുകൊണ്ട് അവർക്കതിനെ വിമർശിക്കാൻ കഴിയില്ല. എന്നാൽ നേരത്തെ CPM നേതാവിൻ്റെ ഈ പ്രയോഗത്തെ വലിയ വിവാദമാക്കാൻ നടന്ന കോൺഗ്രസ് ഉൾപ്പെടെയുള്ള വലതുപക്ഷ രാഷ്ട്രീയം എന്തെങ്കിലും ഒരു പ്രസ്താവന കിട്ടിയാൽ പ്രസ്താവന ഇറക്കുന്നയാളല്ലേ പ്രതിപക്ഷ നേതാവ്. ഇന്ന് കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കണ്ട് ഇന്നത്തെ ദിവസം പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചോ ഏതെങ്കിലും തരത്തിലുള്ള നടപടികളെ കുറിച്ചോ ഒന്നും ചർച്ച ചെയ്തിട്ടില്ല. അതൊക്കെ ഞങ്ങൾ 7-ാം തീയതിയും 8-ാം തീയതിയും ഒക്കെ ചർച്ച ചെയ്തിട്ടാണ് തീരുമാനിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഒരക്ഷരം മിണ്ടാതെ 7-ാം തീയതിയും 8-ാം തീയതിയും കാര്യങ്ങൾ കേൾക്കാമെന്ന് പറഞ്ഞ് തിരിച്ചു പോവുകയാണ് പലരും ചെയ്തത്. ഡോക്ടർ VPP മുസ്തഫ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരു മറുചോദ്യം ഉണ്ടായിരുന്നില്ല. ഈ ചെവർ വാർത്തയെക്കുറിച്ചോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് BJP-യിൽ ഉരുണ്ടുകൂടി എന്ന് പറയപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ ഉപചോദ്യങ്ങളോ ഒന്നും ഉണ്ടായില്ല എന്നത് ശ്രദ്ധേയമാണ്. അവിടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഡോക്ടർ VPP മുസ്തഫ നേരത്തെ പറഞ്ഞു, ഇതൊരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പാലക്കാട്ടെ ഒരു ഒറ്റപ്പെട്ട വിഷയമൊന്നുമല്ല, BJP-യുടെ ഒരു സ്ഥിരം പാറ്റേൺ ആണ്. പ്രത്യേകിച്ച് കെ സുരേന്ദ്രൻ അധ്യക്ഷനായി BJP-യുടെ സംസ്ഥാന ഘടകത്തിൽ കുറേ കാലങ്ങളായി തുടരുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമാണ് ഈ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ. അതിനെക്കുറിച്ചുള്ള തർക്കങ്ങളാണ് BJP-യിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുമ്പോൾ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പും മറ്റു തെരഞ്ഞെടുപ്പുകളെയൊക്കെ ഇതേ മാതൃകയിൽ കണ്ട, സ്വയം ചില ലാഭനഷ്ടങ്ങൾക്ക് വേണ്ടി മാത്രം തെരഞ്ഞെടുപ്പുകളെപ്പോലും കണ്ട BJP-യിലെ പദവികളെ ഉപയോഗിച്ച ഒരു കൂട്ടം ആളുകൾക്ക്, ഒരു വിഭാഗം ആളുകൾ പാലക്കാടും അത് ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. നിങ്ങളൊക്കെ നിരീക്ഷിച്ച, പറഞ്ഞ ഡീല് പോലെയുള്ള കാര്യങ്ങൾ പാലക്കാട്ട് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കൂടി പ്രതിഫലനങ്ങളാണ് പാലക്കാട്ട് നിന്ന് ഇപ്പോൾ ഉയരുന്നത്. അത് കെ സുരേന്ദ്രൻ ഇപ്പോൾ മറുപടി പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് കൂടി എത്തിയിരിക്കുന്നു. മറ്റു പല കാര്യങ്ങളുടെയും കൂട്ടത്തിൽ പാലക്കാടും കൂടി ഇതേ പാറ്റേണിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് കാണാമോ? തീർച്ചയായിട്ടും ലാല എന്നോട് തന്നെയല്ലേ? അതെ അതെ. അത് കാരണം ഇന്ന് കൈരളി തന്നെ കൊണ്ടുവന്ന മറ്റൊരു വാർത്തയുണ്ടല്ലോ ലാലെ, ഈ പാലക്കാട്ടെ വോട്ട് കച്ചവടത്തിന് വേണ്ടിയിട്ട് കോൺഗ്രസിൻ്റെ ഒരു MP ഉൾപ്പെടെയുള്ള അതിൻ്റെ പ്രധാനപ്പെട്ട ഫ്ലോർ മാനേജർമാർ 40ഓളം BJP നേതാക്കളെ ബന്ധപ്പെട്ടു. അതിൻ്റെ കോൾ ലിസ്റ്റുകൾ പുറത്തു വരികയാണ്. അവിടെ പാലക്കാട്ടെ BJP-യുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന, അതിൻ്റെ ബൂത്ത് കമ്മിറ്റികളെ സ്വാധീനിക്കാൻ കഴിയുന്ന, BJP-യുടെ വോട്ട് ബേസിൽ നേരിട്ട് ഇടപെടാൻ കഴിയുന്ന 40ഓളം നേതാക്കളെ
കോൺഗ്രസ് അതിന്റെ ഒരു MP ഉൾപ്പെടെ മുൻകൈയെടുത്ത് വിലക്കെടുത്തിരിക്കുന്നു എന്നുള്ള വാർത്ത ഇന്ന് കൈരളി പുറത്തു കൊണ്ടുവരികയുണ്ടായല്ലോ. നമ്മുടെ മുന്നിൽ ഇത് കാണിക്കുകയാണല്ലോ. എന്ന് പറഞ്ഞാൽ പണത്തിനു വേണ്ടിയിട്ട്, അധികാരത്തിനു വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ മടിയില്ലാത്തൊരു കൂട്ടരായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ അധികാരവും അതിൻ്റെ പദവികളും പണത്തോടുള്ള ആർത്തിയുമെല്ലാം BJPയെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുക. ഇത് ഒരു തെരഞ്ഞെടുപ്പിലെ മാത്രം പ്രശ്നമല്ലല്ലോ. അധികാരം കിട്ടിയതിന് ശേഷം കേരളത്തിൽ, നമ്മുടെ ദേശീയ അധികാരം കിട്ടിയതിന് ശേഷം കേരളത്തിൽ അവർക്ക് വലിയ പറയത്തക്ക സ്വാധീനമൊന്നും ഇല്ലാതിരുന്നിട്ടും കേരളത്തിൽ നിന്ന് പോലും ഞെട്ടിപ്പിക്കുന്ന അഴിമതി വാർത്തകൾ നമ്മൾ കേട്ടില്ലേ? ഈ കുറുവാ സംഘം എന്ന് നിങ്ങൾ വിശേഷിപ്പിച്ചത് വെറുതെ ഒരു ഭംഗി വാക്കോ ആലങ്കാരിക ഭാഷയോ അല്ല. മെഡിക്കൽ കോളേജുകൾ അനുവദിക്കാം, സ്വകാര്യ മേഖലയിൽ മെഡിക്കൽ കോളേജുകൾ അനുവദിക്കാം എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ ചില നിക്ഷേപകരിൽ നിന്ന് കോള വാങ്ങിയതിന്റെ പ്രശ്നം കേരളത്തിലെ നമ്മൾ ഉപയോഗിച്ച വാക്കല്ല. പെട്രോൾ പമ്പുകൾ തന്നെയുള്ള ഈ കാര്യങ്ങളെ എതിർക്കുന്ന സാധാരണ പ്രവർത്തകർ ഇന്ന് കോഴിക്കോട്ടെ BJP ഓഫീസിന്റെ ആ ബോർഡിന്റെ പുറത്ത് എഴുതി ഒട്ടിച്ച പോസ്റ്ററുകളിൽ കണ്ട കാര്യങ്ങളാണ്. വി മുരളീധരൻ, കെ സുരേന്ദ്രൻ, പി രഘുനാഥ് ഈ കുറുവാ സംഘത്തെ പുറത്താക്കി BJPയെ രക്ഷിക്കുക എന്നാണ് അവർ എഴുതിയിരുന്നത്. അത് പ്രവർത്തകരുടെ വികാരം കൂടിയാണ്. തീർച്ചയായിട്ടും അതിലേക്കാണ് ഞാൻ വരുന്നത്. അങ്ങനെ തന്നെയാണ് BJPയിൽ നിന്ന് ഇത് വരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഈ പെട്രോൾ പമ്പ് അനുവദിക്കാം എന്ന് പറഞ്ഞിട്ട് നടന്നിട്ടുള്ള അഴിമതിയുടെ വിഷയങ്ങൾ, ഇങ്ങനെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളല്ലേ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അതുകൊണ്ടാണല്ലോ ഇന്നത്തെ യോഗത്തിൽ താങ്കൾ ഈ പറഞ്ഞതുപോലെ കോഴിക്കോട്ട് എന്തുകൊണ്ടാണ് ഈ പ്രതികരണം പ്രവർത്തകരിൽ നിന്ന് വരുന്നത്? MT രമേശിന്റെ തട്ടകമാണത്. BJPയുടെ നേതൃനിരയിൽ ഈ പറഞ്ഞ അധികാരവും പ്രശ്നങ്ങളും എല്ലാം വന്നിട്ടും പേര് ദുഷിപ്പിക്കാത്ത അപൂർവം നേതാക്കളിൽ ഒരാളാണ് MT രമേശ്. ഇന്നിപ്പോ MT രമേശ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ യോഗത്തിൽ പങ്കെടുത്തില്ല. സുരേന്ദ്രൻ പറഞ്ഞത് തോൽവിയൊന്നുമല്ല ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത്, ഞങ്ങളുടെ സംഘടനാ കാര്യമാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ BJPയിൽ അവരുടെ അംഗത്വ ക്യാമ്പയിൻ, അതിന്റെ സജീവ മെമ്പർഷിപ്പ്, അതുപോലെ പ്രൈമറി മെമ്പർഷിപ്പ്, ഇതൊക്കെയാണ് ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു യോഗത്തിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഒരാളല്ലേ MT രമേശ്. കാരണം അദ്ദേഹം ദീർഘകാലം BJPയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിയും മറ്റു പദവികളും വഹിച്ച ഒരാളല്ലേ. അതുപോലെ PK കൃഷ്ണദാസ് ഈ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ നേതൃത്വം കൊടുത്ത, ദീർഘകാലമായി BJPയുടെ സംസ്ഥാന അധ്യക്ഷനും നേതൃപദവിയിലുമൊക്കെ ഇരുന്ന ഒരാൾ, അധികാരമുള്ള ഒരു BJPയുടെ അല്ല, അതല്ലാത്തൊരു BJPയെ കേരളത്തിൽ വളർത്തിയെടുക്കുന്നതിൽ ഇടപെട്ട ഒരാളല്ലേ. എറണാകുളത്തെ AN രാധാകൃഷ്ണൻ, ഇങ്ങനെ തുടങ്ങിയിട്ട് BJPയിലെ ഒരു വലിയ വിഭാഗം നേതാക്കൾ ഈ യോഗത്തിൽ, കാരണം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനാ കാര്യം ചർച്ച ചെയ്യുന്ന ഒരു യോഗത്തിൽ ഈ വലിയ സംഘടനാ ചുമതലയുള്ള ഒരു നിര നേതാക്കൾ പങ്കെടുക്കുന്നില്ലല്ലോ. അപ്പൊ എത്ര ഭീകരമായ അവസ്ഥയിലേക്കാണ് കേരളത്തിലെ BJP എത്തിയത്? അതാണ് കേരളത്തിലെ BJP എത്ര ഭീകരമായ ഒരു അവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത്. മുൻപൊന്നും ഇല്ലാത്ത വിധം കേരളത്തിലെ BJP എത്തിയിരിക്കുന്നു. വെള്ളാപ്പള്ളി പറഞ്ഞതുപോലെ ഒരു അലവലാതി പാർട്ടി എന്ന് BJPയെ കുറിച്ച് വെള്ളാപ്പള്ളിയെ പോലെ ഒരാൾ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ശ്രീ ഷാബു പ്രസാദ്, എല്ലാവരും ചോദിക്കുന്നത് അതാണ്. കെ സുരേന്ദ്രൻ ഒറ്റയ്ക്ക് ഇതിന് മറുപടി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. കെ സുരേന്ദ്രനെ കുറിച്ച് മാധ്യമങ്ങൾ ഈ രീതിയിൽ വാർത്തകൾ കൊടുക്കുന്നു എന്ന് അദ്ദേഹം ഇത്രയധികം വേവലാതിപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടും MT രമേശ് മിണ്ടുന്നില്ല, PK കൃഷ്ണദാസ് ഒരക്ഷരം മിണ്ടുന്നില്ല, AN രാധാകൃഷ്ണനെ കാണാനില്ല. ഇന്നത്തെ ഈ ഭാരവാഹി യോഗത്തിൽ പങ്കെടുക്കേണ്ടവരാണവർ, അവരുടെ പേരുകൾ വരെ ആ പട്ടികയിലുണ്ട്. എന്നിട്ടും അവർ ഒന്നും പങ്കെടുത്തിട്ടില്ല, മാധ്യമങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല. BJPയിൽ അത്ര ഗുരുതരമായ അവസ്ഥയാണോ ഇപ്പോൾ? ഒന്നാമത് മാധ്യമങ്ങളോട് പറയുന്നത് എപ്പോഴാണ്? ഇവരാരും പത്രസമ്മേളനം വിളിച്ച്, ആകെ കൂട്ടത്തിൽ പത്രസമ്മേളനം വിളിച്ച് സംസാരിച്ചത് കെ സുരേന്ദ്രൻ മാത്രമാണ്. ബാക്കിയുള്ളവരെല്ലാവരും നിങ്ങൾ പത്രക്കാർ ചോദിച്ചാൽ അതിൻ്റെ മറുപടിയാണ് പറയുന്നത്. ഇപ്പോൾ MT രമേശിനോട് നിങ്ങൾ ചോദിച്ചോ? അല്ലെങ്കിൽ PK കൃഷ്ണദാസിൻ്റെ അടുത്ത് നിങ്ങൾ ചോദിച്ചോ? അല്ലെങ്കിൽ എന്താണ് പങ്കെടുക്കാത്തതെന്ന് ചോദിച്ചു, മറുപടി പറയും. അവരത് എന്തൊക്കെ ഓരോരുത്തരോടും പറയുന്നുണ്ട്. എന്തൊക്കെയായി പറയുന്നത്? എന്താ നിങ്ങളോട് എന്താ പറഞ്ഞത്? എല്ലാവരും പ്രതികരിക്കുന്നില്ല. എല്ലാവരോടും അദ്ദേഹം ഈ പറഞ്ഞ ആളുകൾ പ്രതികരിക്കുന്നില്ല. ചില ആളുകൾ പ്രതികരിക്കുന്നു. താങ്കളോട് എന്താ ഞാൻ ചോദിച്ചതല്ല, താങ്കൾ വിളിച്ചു ചോദിച്ചപ്പോൾ താങ്കളോട് എന്താണ് പറഞ്ഞത്? അല്ല, എന്നോട് പ്രതികരിച്ചിട്ടില്ല. ഞാൻ വിളിച്ചപ്പോൾ ഫോൺ എടുത്തിട്ടില്ല ഇവര്, അതാണ് പ്രശ്നം. ലാലേ ഞാൻ അത് ശരി. അപ്പം നിങ്ങൾ അവരവരുടെ സൗകര്യത്തിനെ ഫോൺ എടുക്കുകയൊക്കെ ചെയ്യുള്ളൂ.
അല്ല നിങ്ങൾ അതാണല്ലോ ഓരോരുത്തരും ഓരോ രീതിയിൽ പറയുന്നത് വിശ്വസിക്കേണ്ടി ഫോൺ വരുന്നത്. എടുത്തില്ല, ഇതൊക്കെയാണ്. അത് വിശ്വസിക്കുന്നതും വിശ്വസിക്കാതിരിക്കുന്നതും ഒക്കെ ഓരോരുത്തരുടെ സൗകര്യമാണ് ലാലേ. ഇപ്പം ഇപ്പം CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ ചേർന്നാൽ എല്ലാം 100% അറ്റൻഡൻസ് എപ്പോഴും ഉണ്ടാവുമോ? ഇന്ത്യൻ പാർലമെൻറ്റ് ചേർന്നാൽ 100% അറ്റൻഡൻസ് ഉണ്ടാവുമോ? ഇവരെല്ലാവരും വ്യക്തികളും കൂടെയാണ്. അവർക്ക് അവരുടേതായ ജീവിതങ്ങളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അവർ ചിലപ്പോൾ യോഗത്തിൽ പങ്കെടുത്തില്ല എന്ന് വരും. അങ്ങനെയൊക്കെയാണ് ഇവിടെ കാര്യങ്ങൾ. നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് സാധാരണ നേതാക്കളെ പോലെയല്ല, സാധാരണ പ്രവർത്തകരെ പോലെയല്ല. MT രമേശും PK കൃഷ്ണദാസും ഒക്കെ അവരുടെ ജീവിതം എന്ന് പറയുന്നത് തന്നെ പാർട്ടിയായിട്ടാണ്. അങ്ങ് പറയുന്നത് പോലെ അവർക്ക് വേറെ ജീവിതമുണ്ട്, പാർട്ടിയിൽ ഇങ്ങനെ ഒരു പരിപാടിയൊക്കെ നടത്തുമ്പോൾ പോയി പങ്കെടുക്കാൻ അവർക്ക് സമയമുണ്ടായിന്ന് വരില്ല എന്ന് പറയുന്നവരല്ല അവർ. അവർക്ക് പാർട്ടിയാണ് ജീവിതം. അതുകൊണ്ട് അതിൽ പങ്കെടുക്കാൻ എന്ത് ത്യാഗവും സഹിക്കുന്നവരാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അവർക്ക് വ്യക്തി ജീവിതവും കുടുംബജീവിതവും ഒക്കെ ഉള്ളവരാണപ്പാ. അവർ RSSൻ്റെ പ്രചാരകന്മാരല്ല. അവരൊക്കെ വ്യക്തികളാണ്, കുടുംബമുള്ളവരാണ്. അവർക്ക് അവരുടേതായ വ്യക്തിപരമായ ആവശ്യങ്ങളും ഉണ്ട്, കാര്യങ്ങളും ഉണ്ട്. നിങ്ങളെന്തായി പറയുന്നത്? അതുകൊണ്ടാണോ ഇന്ന് അവർ പങ്കെടുക്കാതിരുന്നത്? എങ്കിൽ കെ സുരേന്ദ്രൻ അത് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. കെ സുരേന്ദ്രൻ എന്ത് പറയണം, എങ്ങനെ പറയണമെന്ന് കെ സുരേന്ദ്രൻ തീരുമാനിക്കട്ടെ. അത് നിങ്ങൾ തീരുമാനിക്കണ്ടപ്പാ. ഇനിയിപ്പം ഇക്കണ്ട കാലം മുഴുവനും ഇവിടെ BJP-യുടെ കോർ കമ്മിറ്റി മീറ്റിങ്ങുകളും BJP-യുടെ നേതൃയോഗങ്ങളും ഒക്കെ നടന്നിട്ടുണ്ടല്ലോ. എത്ര പേര് പങ്കെടുത്തിട്ടുണ്ട്, എത്ര പേര് പങ്കെടുക്കാതിരുന്നിട്ടുണ്ട്, ഇതൊന്നും നോക്കിക്കൊണ്ട് നിങ്ങൾ പുറകെ പോയിട്ടില്ലല്ലോ. എത്ര 100% അറ്റൻഡൻസ് ഉള്ള എല്ലാവരും ഇതായി പങ്കെടുത്തിട്ടുള്ള എത്ര കോർ കമ്മിറ്റി മീറ്റിങ്ങുകളുണ്ടാവും. ഇതൊക്കെ നിങ്ങൾ അതിൻ്റെ ചരിത്രമൊക്കെ അന്വേഷിക്കുക. ഇതൊക്കെ ചുമ്മാ, അതായത് രാഷ്ട്രീയമാകാം, രാഷ്ട്രീയ താല്പര്യങ്ങളാകാം, രാഷ്ട്രീയ എതിരാളികളോട് തർക്കങ്ങളും സംവാദങ്ങളും ആകാം. പക്ഷെ അതിനൊക്കെ ഒരു മിനിമം മര്യാദ. തീർച്ചയായിട്ടും അതൊരു മിനിമം മര്യാദയുണ്ട്. പക്ഷേ ശ്രീ ഷാബു പ്രസാദ്, ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് അന്വേഷണം വേണം, അതിൽ വോട്ട് കുറഞ്ഞതിനെ കുറിച്ചുള്ള അന്വേഷണം വേണം, അതിൽ കുറ്റക്കാർക്കെതിരെ നടപടി വേണം. ഇപ്പോൾ അതിൽ വരണാധികാരിയായി, സംഘടനാ തെരഞ്ഞെടുപ്പിൻ്റെ വരണാധികാരിയായി പ്രവർത്തിക്കുന്ന നാരായണൻ നമ്പൂതിരിക്കെതിരെ ഈ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിൽ സംഘടനാ വിരുദ്ധമായി പെരുമാറിയതിന്, പ്രവർത്തിച്ചതിന് നടപടിയെടുക്കണം എന്നൊക്കെ പറയുന്നു. നിരീക്ഷണങ്ങൾ ഉണ്ടാകുന്നു. അദ്ദേഹം V മുരളീധരൻ്റെ ആളാണ്. കെ സുരേന്ദ്രനും V മുരളീധരനും തമ്മിൽ പഴയതുപോലെ അല്ല, അവർ തമ്മിൽ തെറ്റിലാണ്. V മുരളീധരൻ ഇവിടെ അധ്യക്ഷരാകാൻ ശ്രമിക്കുന്നു എന്ന നിരീക്ഷണങ്ങളൊക്കെ വരുന്നു. അതിൻ്റെ ഭാഗമായി സുരേന്ദ്രനൊക്കെ ഈ മുരളീധര പക്ഷത്തുള്ളവരെ ഒതുക്കാൻ ശ്രമിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ വരുമ്പോൾ ഇതിന് താങ്കളെപ്പോലെ ഒരു വലതുപക്ഷ നിരീക്ഷകൻ എന്നുള്ള നിലയ്ക്ക് ഈ കാര്യത്തെ എന്താണ് സംഭവിക്കുന്നതെന്ന് ആളുകളോട് വിശദീകരിക്കാനുള്ള ഒരു ഉത്തരവാദിത്തമില്ലേ? എന്തിന്? അതല്ല പറഞ്ഞ് നിങ്ങളുടെയൊക്കെ ഊഹാപോഹങ്ങൾക്കും നിങ്ങളുടെയൊക്കെ കഥമനയലുകൾക്കൊക്കെ എന്തിന് പ്രതികരിക്കണമെന്ന് അതിന് ആ വാല്യൂ കൊടുക്കുന്നുള്ളൂ. ഇതെല്ലാം നിങ്ങൾ സൃഷ്ടിക്കുന്ന കഥകളാണ്. നിങ്ങൾ ഒരു കാര്യം ഞാൻ പറയാം. ബഹുജന പാർട്ടിയാണ്, ബഹുജന പ്രസ്ഥാനമാണ്, തലമുതിർന്നവരാണ്, അവരെല്ലാവരും ഒരുപാട് അനുഭവ സമ്പത്തുള്ളവരാണ്. പല അഭിപ്രായങ്ങളുണ്ടാകും, അഭിപ്രായ ഉള്ളിടത്ത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും, ചർച്ചകളുണ്ടാകും. പക്ഷേ വൺസ് പാർട്ടി ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനത്തിനോടൊപ്പം നിൽക്കുക, ആ തീരുമാനം എടുക്കുക. ഇതാണ് ഏതൊരു പാർട്ടിയും ചെയ്യുന്ന കാര്യം. പക്ഷേ അങ്ങനെ ഒരു തീരുമാനം എടുത്ത പാർട്ടി പാലക്കാട് ഒരു തീരുമാനം എടുത്തപ്പോൾ എന്തുകൊണ്ടാണ് ദേശീയ സമിതി അംഗം N ശിവരാജൻ പരസ്യമായി അതിനെതിരായി ആ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് പറഞ്ഞിട്ടുണ്ട്? എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്? പ്രമീള ശശിധരൻ അവിടുത്തെ BJP-യുടെ ഒരു അംഗമാണ്, അവിടുത്തെ നഗരസഭാ അധ്യക്ഷയാണ്. അവരെന്തുകൊണ്ടാണ് കൃഷ്ണകുമാർ എന്ന സ്ഥാനാർത്ഥിക്ക് എതിരായി പ്രതികരിച്ചത്? പറയുന്നത് കേൾക്കൂ. ഒരു സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ആ ഘട്ടം വരെ അഭിപ്രായങ്ങൾ എല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങൾ പറയും. അത് പറഞ്ഞിട്ടുണ്ട്, അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ അവർ. പക്ഷേ പാർട്ടി ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഒരു സ്ഥാനാർത്ഥിയെ പാർട്ടി തീരുമാനിച്ചു. പിന്നെ ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി അവർ മാക്സിമം പരമാവധി ജോലി ചെയ്യുക എന്നുള്ളതാണ്. അവരത് ചെയ്തിട്ടുമുണ്ട്. ഇപ്പം പ്രതീക്ഷിക്കാത്ത രീതിയിൽ പരമാവധി ചെയ്തപ്പോഴാണോ ഈ വോട്ട് ഇന്ന് വരെ ഇല്ലാത്ത വോട്ട് വന്നത്? രീതിയിൽ ലാലെ, ഞാൻ വേറൊരു ചാനലിൽ നിന്ന് നിങ്ങളോട് വാക്ക് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ വന്നതാണ്. ഞാൻ അവിടെ മര്യാദയ്ക്ക് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു ചാനലാണത്.
അവിടുന്ന് നിങ്ങളോട് ഞാൻ വാക്കു പറഞ്ഞു പോയി, കമ്മിറ്റ് ചെയ്തു പോയി എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ അവിടുന്ന് വന്ന് ഇതിൻ്റെ അകത്ത് ഇത്തിരി വൈകിയാണെങ്കിലും ജോയിൻ ചെയ്തതാണ്. അല്ല, അങ്ങ് ഞാൻ അതുകൊണ്ട് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കില്ല അങ്ങ് ഇങ്ങോട്ട് വാക്ക് പാലിച്ച് വന്നതുകൊണ്ട് എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരുമെന്നാണ് എന്റെ പ്രതീക്ഷ. ചോദ്യങ്ങൾ ചോദിക്കും. ആ ചാനലിൽ ഇരുന്നപ്പോഴും അവിടെ ചോദിച്ച ചോദ്യങ്ങൾക്കും അങ്ങ് ഇതേപോലെ തന്നെയാണ് പെരുമാറിയതായി ഞാൻ കണ്ടത്. ചോദ്യങ്ങൾ ചോദിക്കാം. സംസാരിച്ച് ഒരാൾ തുടങ്ങുമ്പം ശരി, നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടാകും, നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ താല്പര്യങ്ങളുണ്ടാകും. പക്ഷേ ഒരാൾ സംസാരിക്കുമ്പോൾ അവരോട് കാണിക്കേണ്ട ഒരു മിനിമം മര്യാദയുണ്ട്. ഞാൻ അത്ര വലിയ അങ്ങേ അറ്റത്തെ മര്യാദയൊന്നും ഞാൻ കൈരളിയിൽ നിന്നോ നിങ്ങളിൽ നിന്നോ പ്രതീക്ഷിക്കുന്നുമില്ല. പക്ഷേ ഈ മനുഷ്യനെ വിളിച്ചിരുത്തി പരിഹസിക്കുന്ന രീതിയിൽ, ഒരുമാതിരി വിഡ്ഢിയാക്കുന്ന രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ സംസാരം നിർത്തുക. അത്രയേ ഉള്ളൂ, എനിക്കത് ചെയ്യാനുള്ളൂ. എൻ്റെ മുമ്പിൽ വേറെ ഷാബു പ്രസാദിന് ഉത്തരം ഏടിച്ചോടി എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കൊടുത്തോ. ഞാൻ സംസാരിച്ച് തുടങ്ങിയതേ ഉള്ളൂ. വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ, ഷാബു പ്രസാദിനെ ഉത്തരം പൊട്ടിച്ചപ്പോൾ അദ്ദേഹം ഇറങ്ങി ഓടി എന്ന് വേണമെങ്കിൽ ഒരു സ്ക്രോളും അല്ലെങ്കിൽ ട്രോളും ഒക്കെ കൊടുത്തോളൂ. എനിക്ക് വിരോധമൊന്നുമില്ല. എനിക്ക് യോജിപ്പില്ല. എല്ലാ ഉത്തരങ്ങളും ഞാൻ നിങ്ങളുടെ പുറകെ വന്നതല്ല. അങ്ങനെയാണെങ്കിൽ എന്നെ പറയാൻ അനുവദിക്കുക എന്നുള്ളതാണ്. വെറുതെ നിങ്ങൾ ഇത്രയും സ്മാർട്ട് പറയൂ, സമയം പോകുന്നു. ഞാൻ വളരെ ക്ലിയറായിട്ട് ഞാൻ പറയുകയാണത്. അതല്ല പറഞ്ഞാൽ അതൊക്കെ എനിക്കിത് മാത്രമല്ല പണിയുള്ളത്. ആദ്യം മനസ്സിലാക്കുക, ഞാൻ നിങ്ങളുടെ പുറകെ അല്ല, നിങ്ങൾ എൻ്റെ പുറകെ ആവുന്നത് ഇരിക്കണമെന്നും പറഞ്ഞിട്ട്. സാർ, അങ്ങ് ബിജെപിയെ മനസ്സിലാക്കി ഇതിനോടൊരു ഉത്തരം തരുമെന്നാണ് കരുതുന്നത്. ഇപ്പോഴും അല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരവൊന്നും തരാമെന്ന് ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല. ഞാൻ കൺവിൻസ്ഡ് ആയിട്ടുള്ള കാര്യമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. നിങ്ങളെ കൺവിൻസ് ചെയ്യൽ എൻ്റെ ജോലിയല്ല, നിങ്ങൾ കൺവിൻസ് ആവുന്നു എന്നുള്ളത് എൻ്റെ വിഷയവുമല്ല. ഓക്കെ, ഇനിയും പാലക്കാട്ടെ കാര്യം ഒരു വിജയം പ്രതീക്ഷിച്ചിരുന്നു, നല്ലൊരു പ്രകടനം പ്രതീക്ഷിച്ചിരുന്നു. അത് സംഭവിച്ചില്ല. എന്തായിരുന്നു CPM പറഞ്ഞിരുന്നത്? ഇവിടെ വട്ടിയൂർക്കാവ് ആവർത്തിച്ച് ബാക്കി എല്ലാവരെയും തകർത്തെറിഞ്ഞ് BJPയെ 3ാം സ്ഥാനത്തേക്ക് വിട്ട് ഞങ്ങളവിടെ ഇളക്കി മറിക്കുമെന്നായിരുന്നല്ലോ ഇവരുടെയും പ്രതീക്ഷ. അവരും പ്രഖ്യാപിച്ചിരുന്നത് അങ്ങനെയൊക്കെയാണല്ലോ. അതൊക്കെയാണ് സംഭവിച്ചത്. എപ്പോഴും ഒരു രാഷ്ട്രീയ പാർട്ടിയും പ്രതീക്ഷിക്കുന്ന രീതിയിലും ആഗ്രഹിക്കുന്ന രീതിയിലും അവർക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് കൂടുതൽ സാധിച്ചു എന്ന് വരില്ല. അപ്പം അങ്ങനെ ആരേതും ഇനിയിപ്പം എന്നാൽ ശരി, ഞാൻ ആ വിഷയത്തിനെ പറ്റി തന്നെ പറയാം. കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് കൂടുതൽ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3-4 പ്രാവശ്യം CPM അവിടെ വിജയിച്ച മണ്ഡലമാണ്. 2006, 2011 CPMൻ്റെ MLA ഉണ്ടായിരുന്ന സ്ഥലമാണ്. അവിടെ നിന്നാണ് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടി 2000 വോട്ട് കൂടുതൽ കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് ഈ ഞെളിയുന്നത്. നാണമില്ലല്ലോ. ഇനി അതോടെ എനിക്ക് എന്നിട്ട് അപ്പോൾ അവിടെ BJPക്ക് സംഘടനാപരമായ വീഴ്ച പറ്റിയോ, പ്രവർത്തനത്തിൽ വീഴ്ച പറ്റിയോ, ഇതിൻ്റെ അകത്ത് സ്ഥാനാർത്ഥി നിർണയത്തിൽ വീഴ്ച പറ്റിയോ, ഇതൊക്കെ ആ പാർട്ടി നോക്കിക്കോളുമെന്നേ. അതവർ ശ്രദ്ധിച്ചോളും. ഇത് ഇന്ന് വരെ BJP ജയിച്ചിട്ടില്ല. അല്ലാതെ നിങ്ങളെന്താ വിചാരിക്കുന്നത്? നാളെ ഇവരെല്ലാവരും BJP അങ്ങ് പിരിച്ചുവിട്ട് ഇനി ഞങ്ങൾ എന്തിനാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത്? പാലക്കാട്ട് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റുപോയല്ലോ, ദൈവമേ 2ാം സ്ഥാനത്ത് വന്നല്ലോ എന്ന് കരുതി എല്ലാവരും നിരാശരായി വടിയും കുത്തി വീട്ടിയിരിക്കുമെന്നോ? അതാണോ നിങ്ങൾ പ്രതീക്ഷിച്ചത്? പക്ഷേ ഈ തെരഞ്ഞെടുപ്പിനെ വളരെ ഗൗരവമായി കെ സുരേന്ദ്രൻ അധ്യക്ഷനായതിനു ശേഷം കണ്ടിട്ടില്ല എന്നും ഈ തെരഞ്ഞെടുപ്പ് പാലക്കാട് ഒരു A-ക്ലാസ് മണ്ഡലമാണ് എന്നും അവിടെ ഒരു നല്ല സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടതുണ്ടായിരുന്നു എന്നും BJPയിൽ നിന്ന് തന്നെ അങ്ങനെ അഭിപ്രായങ്ങൾ ഇപ്പോഴും ഉയർന്നു വരുമ്പോൾ അത് ചെയ്യാതിരുന്ന കെ സുരേന്ദ്രനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ടാകുന്നു എന്നും ഇത് സുരേന്ദ്രൻ്റെ പതിവ് പരിപാടിയാണെന്ന് CPM പോലും ഡോക്ടർ മുസ്തഫ പോലും ഇവിടെ നിരീക്ഷിച്ചു. അങ്ങനെ ഒരു രീതിയിലൂടെ ഒരു പാറ്റേണിൽ കൂടെ പോകുന്നൊരു കാര്യം പാലക്കാടും സംഭവിച്ചു. അതിന് ഉള്ള ഫലമാണിപ്പോൾ ഉണ്ടായത്. വോട്ട് കുറഞ്ഞത്, അതിന് പണിയെടുക്കാതെ അവിടെ സംഘടനാവിരുദ്ധ പ്രവർത്തനം നടത്തിയ ഒരുപാട് പേരുണ്ട് എന്ന കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നു. സംഘടനയിൽ പ്രതിഷേധമുണ്ടാകുന്നു പതിവില്ലാത്തതുപോലെ. അതാണ് ഈ ചോദ്യങ്ങൾ ഉണ്ടാകാൻ കാരണം. തൽക്കാലം മുസ്തഫ
ഇവർക്ക് അവരുടെ സിറ്റിംഗ് സീറ്റായിട്ടുള്ള ചേലക്കരയിൽ എങ്ങനെയാണ് ഭൂരിപക്ഷം കുറഞ്ഞത് എന്നുള്ളതിനെപ്പറ്റി തൽക്കാലം അന്വേഷിച്ച് വേവലാതിപ്പെട്. പാലക്കാട്ടെ കാര്യം നിങ്ങൾ 3-ാം സ്ഥാനത്താണ് ഇപ്പോഴും. ഇപ്പോൾ അവിടെ ഇളക്കി മറിച്ച് തലകുത്തി മറിക്കും എന്ന് പറഞ്ഞ സ്ഥലത്ത് കേരളത്തിലെ ഭരണകക്ഷി 3-ാം സ്ഥാനത്താണ് ഇപ്പോഴും. അതാദ്യം മനസ്സിലാക്കുക. പാലക്കാട്ടെ കാര്യം മാത്രമല്ല ഡോക്ടർ മുസ്തഫ പറഞ്ഞത്, ഇത് ബിജെപിയുടെ ഒരു സ്ഥിരം പരിപാടിയാണ്. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പുകൾ മുഴുവൻ ഈ രീതിയിൽ തന്നെ ഗൗരവമില്ലാതെ കാണുന്നു. അഴിമതിക്ക് വേണ്ടിയിട്ടാണ്. അഴിമതിയാണ്, ഒരുപാട് അഴിമതി ആ പാർട്ടിയിൽ നിന്നുണ്ടാകുന്നുണ്ട്. ഒരു വ്യത്യസ്തമായ പാർട്ടി എന്നൊക്കെ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നതൊക്കെ ഇപ്പം അതില്ല, അങ്ങനെ ഒരു പരിപാടിയേ ഇല്ല. അതിൻ്റെ പേരിൽ ഒരുപാട് ഇപ്പോൾ ഉത്തരം പറയേണ്ടി വരുന്ന അവസ്ഥയുണ്ട്. അതാണ് പാലക്കാടും കൂടി കേൾക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല, പാലക്കാട്ടെ കാര്യമല്ല, ബിജെപിയുടെ സ്ഥിരം പരിപാടിയാണ്. അല്ല ആ ബി ജെ പി എങ്ങനായാലും ഇവർക്കെന്താണെന്ന്, അത് ജനങ്ങളോട് പോയി ഇ പി ജയരാജന്റെ പുസ്തകത്തിന് കോൺട്രാക്ട് ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് അന്വേഷിക്കട്ടെ. ആ ജനങ്ങളോട് പറഞ്ഞു. ആര് പറഞ്ഞു പറയണ്ടെന്ന്? ബി ജെ പിയുടെ കാര്യം അവരുടെ ആ പാർട്ടി തീരുമാനിച്ചോളൂ എന്നേ. ഇനിയിപ്പം അല്ല, ബി ജെ പി ഇതൊരു പ്രൈവറ്റ് കമ്പനിയാണോ? ഇത് പൊതുജനങ്ങളോട് ബന്ധമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ലേ? അപ്പൊ അവരിങ്ങനെ സ്വയം തീരുമാനിച്ചോളും, സുരേന്ദ്രനെ ഒറ്റയ്ക്ക് അത് തീരുമാനിച്ചോളും എന്നൊക്കെ പറഞ്ഞാൽ അവിടെ എൻ ശിവരാജനുണ്ട്, പ്രമീള ശശിധരനുണ്ട്, പിന്നെ എം ടി രമേശുണ്ട്, പി കെ കൃഷ്ണദാസ് ഉണ്ട്, എൻ രാധാകൃഷ്ണനുണ്ട്. അവരൊക്കെ തീരുമാനിക്കും. ബി ജെ പി തീരുമാനിച്ചോളും. നിങ്ങൾ തീരുമാനിക്കണ്ട, അതവർ തീരുമാനിച്ചോളും. ഇനിയും ഇവിടെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു, അല്ലെങ്കിൽ ഇന്ന് വരെ ജയിച്ചിട്ടില്ലാത്ത ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അവിടെ നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി ജയിച്ചില്ല, 2-ാം സ്ഥാനത്തായി പോയി. ഞങ്ങളുടെ മുമ്പിൽ അവരുടെ പിന്നിലാണ് ഇവരെ. എന്നിട്ടും അവർ പരാതി പറയണം, അല്ലെങ്കിൽ അവർ മറുപടി പറയണം, അവരത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് ഇളക്കി മറിക്കുന്നതിൻ്റെ അകത്തെ പരിഹാസ്യതയും ജയിച്ചില്ല, വോട്ട് കുറഞ്ഞു, വല്ലാതെ വോട്ട് കുറഞ്ഞു. വോട്ട് കുറയ്. ഒരു കാര്യം പറയാം, ലാലിന് ഓർമ്മയുണ്ടാകും. 2004 തിരുവനന്തപുരത്ത് പാർലമെൻ്ററി കോൺസ്റ്റിറ്റ്യുവൻസിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ശ്രീകുമാർ സാറിന് ഓർമ്മയുണ്ടാവും. ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി പി കെ വാസുദേവൻ നായർ അന്തരിച്ച ഒഴിവിൽ നടന്ന ആ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം, അതിന് തൊട്ട് മുമ്പ് നടന്ന ഇലക്ഷനിൽ പൊതു തിരഞ്ഞെടുപ്പിൽ ഒ രാജഗോപാൽ 2-ാം സ്ഥാനത്ത് വന്ന ആ തെരഞ്ഞെടുപ്പ്, അതേ മണ്ഡലത്തിൽ ആ സമയത്ത് ബി ജെ പിക്ക് അവിടെ എത്ര വോട്ടാണ് കിട്ടിയത്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ശ്രീകുമാർ സാറിന് ഓർമ്മയുണ്ടാവും. 35,000 വോട്ടാണ് ആ പാർലമെൻ്ററി കോൺസ്റ്റിറ്റ്യുവൻസിൽ അന്ന് ബി ജെ പിക്ക് കിട്ടിയത് 2004. ശരിക്കും അത് എത്ര ഗുരുതരമായ അവസ്ഥയായിരുന്നു. അവിടെ നിന്നാണ് ബി ജെ പി ഇവിടെയൊക്കെ എത്തിയത്. അങ്ങനെ തന്നെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, പൊതുവെ രാഷ്ട്രീയ പാർട്ടികൾ. പക്ഷേ ഇതിൻ്റെ അകത്ത് യഥാർത്ഥ തകർച്ച എന്ന് പറയുന്നത് CPM-ന് സംഭവിച്ചിരിക്കുന്നതാണ്. പല പ്രാവശ്യം അവർ വിജയിച്ച മണ്ഡലമാണ് പാലക്കാട്. ബി ജെ പി ചർച്ച ചെയ്യുന്ന എന്താണെന്ന് അവരോട് പോയി ചോദിക്കുക. ഞാനിപ്പോൾ കൈരളി ചാനലിൽ ഇരുന്ന് ഇവിടെ ചർച്ച ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാനങ്ങനെ ബി ജെ പി ചർച്ച ചെയ്യുന്ന കാര്യം ഞാൻ പറയുന്നത്, ഞാൻ ഇവിടെ ഇരുന്ന് പറയുന്ന കാര്യമാണ്. ആ കാര്യം എനിക്ക് പറയാൻ പറ്റുള്ളൂ. ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം. അങ്ങ് കുറച്ചുകൂടി ഗൗരവമുള്ള ചില വിഷയങ്ങളിലേക്ക് കൂടി നമുക്ക് വരേണ്ടതുണ്ട്. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ എൻ ശ്രീകുമാർ, ബി ജെ പിയുടെ ഒരു അവസ്ഥയിൽ നിന്ന് തന്നെ ഞാൻ താങ്കളോട് തുടങ്ങാം. ബി ജെ പി ഇപ്പോൾ സംസ്ഥാനത്ത് നേരിടുന്ന ഈ പ്രതിസന്ധി, ഇത് ശ്രീ ഷാബു പ്രസാദ് കാണുന്നത് പോലെ അത്ര ലാഘവത്തോടുകൂടി കാണേണ്ട ഒരു കാര്യമാണോ? ബി ജെ പി അങ്ങനെ കാണേണ്ട ഒരു കാഴ്ച, ഒരു അവസ്ഥയാണോ? എന്താണ് ആ പാർട്ടിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായി താങ്കൾ നിരീക്ഷിക്കുന്നത്? ബി ജെ പിയിലത്തെ കാര്യങ്ങൾ പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം കൂടുതൽ ഗൗരവതരമായിരിക്കുന്നു എന്നതിൻ്റെ ഇന്നത്തെ എനിക്ക് കിട്ടിയ ഉദാഹരണം, വയനാടുള്ള അവരുടെ മുൻ ജില്ലാ പ്രസിഡന്റ് ശ്രീ മധു പാർട്ടിയിൽ നിന്ന് രാജിവെക്കാൻ തീരുമാനിച്ചു എന്ന വാർത്തയാണ്. രാജിവെച്ചു. പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ബി ജെ പിയുടെ രാജിവെച്ചു. പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ബി ജെ പിയുടെ ഒരു ഗ്ലാമർ മുഖമായിരുന്ന സന്ദീപ് വാര്യർ ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേർന്നു.
ഇന്നിപ്പോൾ BJPയുടെ സംസ്ഥാനത്തെ ശില്പശാല അത് 2-3 നേതാക്കൾ ബഹിഷ്കരിച്ചു എന്നും വാർത്തയുണ്ട്. ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം BJPയിൽ ആഭ്യന്തര കലഹം രൂക്ഷമാകുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് BJPയിൽ ഇത്തരം സംഘടനാതല പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നത് എന്ന് ചോദിച്ചാൽ അധികാരം കിട്ടിയ പുത്തൻ പാർട്ടിയിലെ നേതാക്കളുടെ മനോവികാരമാണെന്ന് പറയേണ്ടി വരും. അധികാരം കിട്ടിയ പുത്തൻ പാർട്ടി എന്ന് വെച്ചാൽ 2014 വരെ BJPയിൽ വലിയ കുഴപ്പങ്ങളില്ലാതെ പോയിരുന്നു. 2014 ശേഷം കേരളത്തിലെ BJPയിൽ ഒരുപാട് നേതാക്കൾ വരികയും എല്ലാവർക്കും അധികാരമെന്ന ആർത്തി ഉണ്ടാവുകയും ചെയ്തപ്പോൾ അവർക്കുള്ളിൽ പ്രശ്നമുണ്ടായി. CK പത്മനാഭൻ മിണ്ടാതായതും PP മുകുന്ദൻ പാർശ്വവൽക്കരിക്കപ്പെട്ടതും പഴയകാല ചില BJP നേതാക്കൾ സജീവമായി രംഗത്ത് വരാതിരുന്നതൊക്കെ അതിൻ്റെ ഭാഗമാണ്. പല ജില്ലാ പ്രസിഡന്റുമാരും ഇന്ന് BJPക്കൊപ്പം ഇല്ല, ഒന്നുകിൽ അവരില്ല, അല്ലെങ്കിൽ അവർ വിശ്രമ ജീവിതത്തിലേക്ക് പോയിരിക്കുന്നു. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടത് അധികാരം ഒരു പുതിയ പാർട്ടി ഉണ്ടാകുമ്പോൾ തുടർച്ചയായി 10 വർഷം ലഭിക്കുന്ന അധികാരം അവരെ ദുഷിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ BJPയുടെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ നിന്നും MT രമേശും PK കൃഷ്ണദാസും AN രാധാകൃഷ്ണനും വിട്ടുനിന്നത് എന്താണെന്നതിന് വ്യക്തമായ ഉത്തരം നാളെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് നൽകേണ്ടി വരും. അല്ലെങ്കിൽ ഈ 3 നേതാക്കളും നൽകണം. അവരിത് നൽകില്ലെന്ന് മാത്രമല്ല, അവർ ബഹിഷ്കരിച്ച കാര്യം വാർത്തയാകുന്നത് അവർ ആഗ്രഹിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് അവർ 3 പേരും പത്രസമ്മേളനം നടത്തി ഞങ്ങൾ ബഹിഷ്കരിച്ചിട്ടില്ല എന്ന് പറയാത്തത്. അങ്ങനെ അവർ പറയാത്തിടത്തോളം കാലം അതിൽ ആഭ്യന്തര പ്രശ്നമുണ്ടെന്ന് വ്യക്തമാകുന്നു. മറ്റൊരു കാര്യം, അവരുടെ നേതാക്കളായ K സുരേന്ദ്രനാണെങ്കിലും ശ്രീമതി ശോഭാ സുരേന്ദ്രനാണെങ്കിലും പാലക്കാട്ട് ഇപ്പോൾ മത്സരിച്ച സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ആണെങ്കിലും അവരുടെ P രഘുനാഥ് ആണെങ്കിലും ഏത് നേതാക്കളാണെങ്കിലും ശരി, എന്തുകൊണ്ടാണ് ഇങ്ങനെ പരസ്യമായിട്ട് പ്രതികരിക്കേണ്ടി വരുന്നതെന്നൊരു ചോദ്യമുണ്ട്. പാലക്കാട്ട് BJP 1ാം സ്ഥാനത്തെത്തുമെന്നും കോൺഗ്രസ് 3ാം സ്ഥാനത്തെത്തുമെന്നും പറഞ്ഞ K സുരേന്ദ്രൻ ഇന്ന് പത്രലേഖകരോടെ ചാവേറെന്നും ചവർ വാർത്ത എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് ഊഹിച്ചാൽ മനസ്സിലാകും. കാരണം യാഥാർത്ഥ്യം ബോധ്യപ്പെടുമ്പോൾ ഒരു നേതാവിന് നൈരാശ്യം ബാധിക്കാൻ പാടില്ലാത്തതാണ്. ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് അവർ ആ നൈരാശ്യം മറികടന്നുകൊണ്ട് പാർട്ടിയെ കൂടുതൽ മെച്ചപ്പെടുത്താനാണ് ശ്രമിക്കേണ്ടത്. അതിന് മാധ്യമപ്രവർത്തകരോട് തട്ടിക്കയറിയിട്ട് കാര്യമില്ല. CPMൽ പ്രശ്നമുണ്ടാകുമ്പോഴും കോൺഗ്രസിൽ പ്രശ്നമുണ്ടാകുമ്പോഴും BJPയിൽ പ്രശ്നമുണ്ടാകുമ്പോഴും ഒരേ രീതിയിലാണ് മാധ്യമപ്രവർത്തകർ കൈകാര്യം ചെയ്യുന്നത്. അതാത് പാർട്ടി വക്താക്കൾ ആ സമയത്ത് അക്കാര്യത്തിൽ അവരുടേതായ പ്രതിഷേധവും അമർഷവും രേഖപ്പെടുത്തുമെങ്കിലും പാർട്ടി പ്രസിഡന്റ് ഇന്ന് ഒരു ശില്പശാല നടത്തുകയും ആ ശില്പശാലയിൽ 3 നേതാക്കൾ പങ്കെടുക്കില്ല എന്ന് പറയുകയും ചെയ്യുമ്പോൾ അതിന് ഉത്തരം നൽകേണ്ടതിന് പകരം ചവർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഉത്തരം മുട്ടി എന്നാണ്. അപ്പോൾ ഇങ്ങനെ ഉത്തരം മുട്ടുന്ന ഒരു പാർട്ടി പ്രസിഡന്റിൻ്റെ പേരിൽ രാജിവെക്കാൻ സന്നദ്ധനായി എന്ന് വാർത്തകൾ ഇന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ രാജിവെക്കില്ലെന്നും ഞാൻ തന്നെയാണ് BJP പ്രസിഡന്റ് എന്നും എന്തുകൊണ്ട് ഉറച്ചു പറയാൻ K സുരേന്ദ്രന് കഴിഞ്ഞില്ല എന്നൊരു ചോദ്യമുണ്ട്. മറ്റൊരു കാര്യമുള്ളത്, K സുരേന്ദ്രനെ കേരളത്തിൽ നിന്നും BJP അവരുടെ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും മാറ്റാനുള്ള സാധ്യത കുറവാണ്. കാരണം 2 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത് സുരേന്ദ്രൻ്റെ നേതൃത്വത്തിലാണ്. ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട സുരേന്ദ്രൻ്റെ നേതൃത്വത്തിലാണ്. ഒരു തദ്ദേശ തിരഞ്ഞെടുപ്പ് 1-2 തദ്ദേശ തിരഞ്ഞെടുപ്പ് കാലത്ത് പരാജയപ്പെട്ടത് സുരേന്ദ്രൻ്റെ നേതൃത്വത്തിലാണ്. അന്നൊന്നും മാറ്റാത്ത പാർട്ടി നേതൃത്വം പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റതിൻ്റെ പേരിൽ മാറ്റുമെന്ന് കരുതുന്നത് വിഡ്ഢിത്തരമായിരിക്കും. ഇനി അഥവാ മാറ്റുകയാണെങ്കിൽ കേരളത്തിലെ BJP നേതാക്കൾ ഉണ്ടാക്കിയ വളരെ വിപുലമായൊരു കലാപത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. എന്തുകൊണ്ടാണ് പാലക്കാട് തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം BJPയുടെ ദേശീയ നേതാക്കൾ പ്രതികരിക്കാതിരുന്നത്? കേരളത്തിൽ BJPക്കൊരു മുനിസിപ്പാലിറ്റി ഉള്ളത് പാലക്കാട്ടാണ്. ആ പാലക്കാട്ട് BJP 2ാം സ്ഥാനത്തെത്തിയപ്പോൾ എന്തുകൊണ്ട് BJPയുടെ ദേശീയ നേതാക്കൾ ആരും പ്രതികരിച്ചില്ല? അതാണ് ചോദ്യം. അപ്പോൾ ദേശീയ നേതാക്കൾ പ്രതികരിക്കാതിരുന്നതിൻ്റെ അർത്ഥം എന്താണ്? പ്രകാശ് ജാവദേക്കർ പ്രതികരിച്ച് കണ്ടത് സുരേന്ദ്രനെ മാറ്റുന്നില്ല എന്നോ മറ്റുള്ള കാര്യത്തിലാണ്. എന്തുകൊണ്ട് സന്ദീപ് വാര്യർ പാർട്ടി വിട്ടു? സന്ദീപ് വാര്യർ ആരെങ്കിലും ആയിക്കോട്ടെ, അദ്ദേഹത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ വേറെ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകാം. പക്ഷേ BJPയുടെ ചാനൽ ചർച്ചകളിലെ മുഖമായിരുന്നൊരു ഗ്ലാമർ
ബോയ് എന്ന് വേണേൽ പറയാം. അദ്ദേഹം എന്തുകൊണ്ട് പാർട്ടി വിട്ടു എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തെ വെറുതെ വാരേ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നതാണല്ലോ കാണുന്നത്. ശരി, എന്തുകൊണ്ട് പാർട്ടി വിട്ടു എന്ന് BJP അന്വേഷിക്കണം. ശ്രീ എൻ ശ്രീകുമാർ, ആ കാര്യങ്ങൾ അങ്ങനെ BJPയെ കുറിച്ച് പറയുമ്പോൾ ഒരു ചോദ്യം കൂടി ഞാൻ താങ്കളിലേക്ക് ഉയർത്തുന്നു. അത് നേരത്തെ ഡോക്ടർ VPP മുസ്തഫ പരോക്ഷമായി പറഞ്ഞ ഒരു കാര്യം കൂടിയാണ്. പരോക്ഷമായിട്ടല്ല, അദ്ദേഹം നേരിട്ട് തന്നെ പറഞ്ഞ കാര്യം കൂടിയാണ്. ഈ കാര്യത്തിൽ BJPയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ആ വിഷയത്തിൽ കോൺഗ്രസിൻ്റെ റോൾ എന്താണ്? കോൺഗ്രസ്സിന് ഒരു സ്ട്രെയിറ്റായ ഒരു പൊളിറ്റിക്സ് അവിടെ ഉണ്ടോ? അതോ VK ശ്രീകണ്ഠൻ്റെ 40 BJP നേതാക്കളുമായുള്ള അദ്ദേഹത്തിൻ്റെ കോളുകളിൽ കണ്ട ഇദ്ദേഹത്തിൻ്റെ ശബ്ദരേഖ BJP നേതാക്കൾ തന്നെ, കേന്ദ്ര നേതൃത്വം തന്നെ പരിശോധിച്ച് അവിടെ നടപടിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതിനകത്തുള്ള ഒരു റോൾ പോസിറ്റീവായിട്ട് കാണണോ നെഗറ്റീവായിട്ട് കാണണോ? അല്ല, BJPയെ പരാജയപ്പെടുത്തുകയും BJPയുടെ ശക്തി കുറച്ചു കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം. കാരണം കോൺഗ്രസ് മുക്ത ഭാരതം ആഗ്രഹിച്ചൊരു പാർട്ടിയാണ് BJP. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി രൂപം കൊടുത്തപ്പോൾ CPM-ഉം CPI-യും കോൺഗ്രസും അതുപോലെയുള്ള ഇടത് കക്ഷികളും മറ്റ് പ്രാദേശിക പാർട്ടികൾ SP-യുമാണെങ്കിലും അതുപോലെ ലാലു പ്രസാദിൻ്റെ പാർട്ടിയുമൊക്കെ ചേർന്ന് എന്തുകൊണ്ടാണ് ഒരു മുന്നണി ഉണ്ടാക്കിയിട്ട് BJPയുടെ കേന്ദ്രത്തിലെ ശക്തി കുറച്ചത്? അതുപോലെ ഒരു രാഷ്ട്രീയമാണോ ഈ കണ്ടത്? VK ശ്രീകണ്ഠൻ 40 BJP നേതാക്കളുമായി രഹസ്യമായി സംസാരിക്കുന്നു, ഈ കൗൺസിലർമാരുമായി രഹസ്യമായി സംസാരിക്കുന്നു. ഇതിനകത്ത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ചില ഡീലുകളെക്കുറിച്ചൊക്കെ പറഞ്ഞ് കേൾക്കുന്ന കാര്യങ്ങൾ ഉണ്ട്. ആ സന്ദർഭത്തിലാണ് ഇത്തരത്തിലുള്ള ഇടപെടലുകളൊക്കെ വരുന്നത്. സന്ദീപ് വാര്യരെ പോലെയുള്ള ആളുകളെ കൊണ്ടുവന്ന് ഇപ്പുറത്ത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ടല്ലോ. ഏത് തരത്തിലുള്ള പശ്ചാത്തലമാണ് സന്ദീപ് വാര്യർക്കുള്ളതെന്നുള്ളതും താങ്കൾ ഗ്ലാമർ ബോയ് എന്നാണ് പറഞ്ഞത്. മുഖത്തെ സൗന്ദര്യം വെച്ചിട്ടായിരിക്കും, പക്ഷേ അദ്ദേഹത്തിൻ്റെ പുറത്തേക്ക് വന്ന വാക്കുകൾക്കുള്ള സൗന്ദര്യത്തെക്കുറിച്ച് ഞാനിപ്പോൾ ഈ ഘട്ടത്തിലൊന്നും പറയുന്നില്ല. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി VK ശ്രീകണ്ഠനെ പോലെയുള്ള ആളുകൾ ഈ കളിക്കുന്ന രാഷ്ട്രീയമാണോ താങ്കൾ ഈ മൂന്നാം മുന്നണി പോലെയുള്ള രാഷ്ട്രീയ മുന്നണികളെക്കുറിച്ചൊക്കെ ഇപ്പോൾ സൂചിപ്പിച്ചത് ഇതുപോലുള്ള കാര്യങ്ങളാണോ? മൂന്നാം മുന്നണി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഇന്ത്യ മുന്നണി എന്നാണ് പറഞ്ഞത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, സന്ദീപ് വാര്യരെ കോൺഗ്രസിലേക്ക് വന്നതിൽ ആർക്കെങ്കിലും മറ്റേ CPM-നോ അല്ലെങ്കിൽ BJPക്കോ ഒക്കെ എതിരഭിപ്രായം കാണും. കാരണം സന്ദീപ് വാര്യരെ നല്ല കുട്ടിയാണെന്ന് പറഞ്ഞത് ഈ ഗ്ലാമർ ബോയ് എന്ന് പറഞ്ഞാൽ ഞാനല്ല, AK ബാലന, കേന്ദ്ര കമ്മിറ്റി അംഗം. ഇല്ലല്ല, അത് സന്ദീപ് വാര്യരെ കുറിച്ചല്ല പറഞ്ഞത്, അത് നമ്മൾ തർക്കിക്കണ്ട. CPM ഉൾക്കൊള്ളും. അതിനകത്ത് ഇങ്ങനെയുള്ള ക്രിസ്റ്റൽ ക്ലിയർ ആയ ആളുകളായി മാറാൻ പറ്റും എന്നാണ് പറഞ്ഞത് സരിനെ കുറിച്ച്. ഇനി അഥവാ സന്ദീപ് വാര്യരെ പോലെയുള്ള ആളാണെങ്കിലും തർക്കത്തിന് വേണ്ടിയിട്ടാണെങ്കിലും അവരെ അതുപോലെ ആക്കി എടുക്കാൻ പറ്റും എന്നാണ് പറഞ്ഞത്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ K സുധാകരൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ന് ആര് വോട്ട് ചെയ്തു എന്ന് നോക്കണ്ട, സഖ്യമുണ്ടോ എന്ന് നോക്കിയാൽ മതി എന്നാണ്. അപ്പോൾ ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അതാണ്, സഖ്യം വേണം. ഈ സഖ്യമില്ലാതെ പിന്നാമ്പുറത്ത് കൂടി RSSൻ്റെ വോട്ടുകൾ തേടുക, SDP-യുടെ വോട്ടുകൾ തേടുക എന്ന് പറയുന്നൊരു പരിപാടി, അതിനെയാണോ താങ്കൾ നേരത്തെ രാഷ്ട്രീയം എന്ന് വിശേഷിപ്പിച്ചത്? AK ബാലൻ സന്ദീപ് വാര്യരെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത്, ഇല്ലെങ്കിൽ മുസ്തഫ പറയട്ടെ. ഒന്ന് അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, അത് CPM-ലേക്ക് അദ്ദേഹം പോകാതെ കോൺഗ്രസ്സിൽ വന്നപ്പോൾ CPM-ന് അരിശം വരും. അതിലൊന്നും നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല, രാഷ്ട്രീയ പാർട്ടികളല്ലേ. പക്ഷേ ഇവിടെ കോൺഗ്രസ്സിന് ആര് വന്നാലും കോൺഗ്രസ് സ്വീകരിക്കുക. അതുകൊണ്ടാണ് ഇപ്പോൾ മധുവിനെ സ്വീകരിക്കാൻ പോകുന്നത്. മധു വന്നാൽ ഞാൻ വാർത്ത കേട്ടോ കണ്ടത്, ഞാനത് മധുവിൻ്റെ പ്രസ്താവനയല്ല, വാർത്ത കണ്ടു ഇങ്ങനെ കോൺഗ്രസ്സിൽ ചേരാൻ പോകുന്നു. അല്ലാണ്ട് എനിക്കതിനെക്കുറിച്ച് ആധികാരികതയില്ല. പിന്നെ ശ്രീകണ്ഠൻ 40, 50, 100 നേതാക്കളായിട്ടൊക്കെ സംസാരിക്കും, രാഷ്ട്രീയ നേതാക്കളല്ലേ. അത് ഡീലാണോ എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ ഒരുപാട് വിഷയങ്ങൾ കണ്ടതാണല്ലോ. അത് വീണ്ടും ഇവിടെ ചർച്ച ചെയ്യാനുള്ള സമയമല്ല, കാരണം BJP കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഡീലൊക്കെ അവിടെ പോട്ടെ, അതൊക്കെ പൊളിഞ്ഞു പോയി. ഡീലും പെട്ടിയും ഒക്കെ പൊളിഞ്ഞു പോയി. രാഹുൽ കൂട്ടത്തിൽ 10,000-10,000-ത്തിലധികം വോട്ടൊക്കെ ജയിക്കുകയും ചെയ്തു. BJPയുമായിട്ടുള്ള ഈ രഹസ്യ ഇടപെടലുകൾ, BJPയുടെ ഒരു വിഭാഗവുമായി, എല്ലാവരുമായിട്ടില്ല, ഒരു വിഭാഗവുമായിട്ടുള്ള ഇടപെടലുകൾ, ഇപ്പുറത്തെ SDP-യെ പോലുള്ള സംഘടനകളുമായിട്ടുള്ള ഇടപെടലുകൾ, അവരിൽ നിന്ന് കിട്ടുന്ന വോട്ടുകൾ, അങ്ങനെയാണ് ഈ ഭൂരിപക്ഷം വന്നതെന്നല്ല ഇപ്പോൾ വരുന്നത്.
അല്ല, അതിപ്പോൾ PDP പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് CPM-ന് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ നമ്മളാരും ചർച്ച ചെയ്യാൻ പോയില്ലല്ലോ. അത് ആ തെരഞ്ഞെടുപ്പ് കാലത്ത് അങ്ങനെ അങ്ങ് പോയി. അതുപോലെ SDPIക്കാരോ വെൽഫെയർ പാർട്ടിയോ ഒക്കെ ഓരോ പാർട്ടിക്കും മുന്നേക്ക് പിന്തുണ പ്രഖ്യാപിക്കുക, അതൊക്കെ കഴിഞ്ഞില്ലാലേ. ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊന്നും ചർച്ച ചെയ്യേണ്ട, പോസ്റ്റ്മോർട്ടം വേണ്ട. അത് CPM-ഉം BJP-യുമാണ് പോസ്റ്റ്മോർട്ടം നടത്തേണ്ടത്, കോൺഗ്രസ് അല്ല, നമ്മളും അല്ല. അതെ, ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. SDPIയുടെ ആഹ്ലാദ പ്രകടനം കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും. അല്ല, SDPI ആഹ്ലാദം പ്രകടിപ്പിക്കും. കാരണം BJP തോറ്റാൽ ആഹ്ലാദം പ്രകടിപ്പിക്കും. CPM ആഹ്ലാദം പ്രകടിപ്പിക്കാത്തത് BJP ജയിക്കുന്നവർ കരുതിയോണ്ടാണ്. ഇല്ല, BJP ജയിച്ചല്ലോ. ഇവിടെ ഏറ്റവും കൗതുകമായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ BJP ജയിച്ചു. കാരണം BJP-യുമായി നിങ്ങൾ ഈ പറഞ്ഞ 40 പേരുമായിട്ട് നടത്തിയ ഡീലുകളുമായി ബന്ധപ്പെട്ട് കിട്ടിയ വോട്ടുകൾ കൂടിയാണ് നിങ്ങൾ അവിടെ വിജയിപ്പിച്ചത്. ഞാൻ പറയട്ടെ ഡോക്ടർ മുസ്തഫ, അക്കാര്യത്തിൽ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു നിരീക്ഷണം? ഇപ്പോൾ ഇതിന് BJP-യിൽ വന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ കോൺഗ്രസിൻ്റെ പാലക്കാട്ടെ വിജയത്തെക്കുറിച്ച് കൂടി കൂടുതൽ വിവരങ്ങൾ തരികയല്ലേ? ഇതില് നമ്മൾ കാണേണ്ടത് ലാലെ, ഇവര് ശ്രീകുമാർ സാറോ അല്ലെങ്കിൽ ഷാവു പ്രസാദോ പറയുന്നത് പോലെ ഒരു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ ഇട്ടാവട്ടത്തിൽ മാത്രം കെട്ടണ്ട. ഇതൊരു ഒറ്റപ്പെട്ട പ്രവണതയോ അനുഭവമല്ലല്ലോ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. 1990-കളിലാണ് കേരളത്തിൽ BJP-ക്ക് സ്വീകാര്യത ലഭിച്ചു തുടങ്ങുന്നത്. അത് നമുക്കറിയാവുന്നതല്ലേ. ദേശീയ തലത്തിൽ രാമജന്മഭൂമി, ബാബരി മസ്ജിദ് ഇഷ്യൂ ഒക്കെ എടുത്ത് അതിൻ്റെ ഭാഗമായിട്ടുള്ള വർഗീയ ധ്രുവീകരണമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചു. അതിനെ തുടർന്നുണ്ടായ ഒരു പശ്ചാത്തലത്തിലാണ് കേരളത്തിൽ BJP ഒരു കുറച്ച് വോട്ട് ബേസുള്ള ഒന്നാണ് എന്നുള്ള തോന്നലുണ്ടാവുകയും അന്ന് തൊട്ട് BJP-യെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നത് UDF അല്ലേ. ശിവകുമാർ സാറ് മാധ്യമപ്രവർത്തകനുമാണ്, വായിക്കുന്നയാളുമാണല്ലോ. ഇപ്പൊ KG മാരാരുടെ ആത്മകഥ തയ്യാറാക്കിയത് താങ്കളെ പോലെ തന്നെ, ശിവകുമാർ സാറിനെ പോലെ തന്നെ ജന്മഭൂമിയുടെ മാധ്യമപ്രവർത്തകനായിരുന്ന അതിന്റെ മുതിർന്ന പത്രാധിപ സമിതിയിലുണ്ടായിരുന്ന കുഞ്ഞിക്കണ്ണനാണ്, K. കുഞ്ഞിക്കണ്ണനാണ്. അതിനകത്ത് നഷ്ടമായ കച്ചവടം എന്ന് പറഞ്ഞിട്ടൊരു അധ്യായമുണ്ടല്ലോ. അത് ഏതിനെ കുറിച്ചാണ് പറയുന്നത്? 1991 ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരുമിച്ച് നടന്ന തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് കേരളത്തിൽ BJP-ക്ക് ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഒരു മേൽവിലാസം ഉണ്ടാക്കിക്കൊടുത്ത് കോൺഗ്രസിന്റെ UDF എന്നുള്ളതല്ലേ. വടകരയും ബേപ്പൂരും, വടകരയിൽ ലോക്സഭാ മണ്ഡലത്തിലേക്ക് അഡ്വക്കേറ്റ് രത്നസിംഗ് UDF-ന്റെയും BJP-യുടെയും പൊതുസ്ഥാനാർത്ഥി, ബേപ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ സഖാവ് TK ഹംസക്കെതിരെ ഡോക്ടർ മാധവൻകുട്ടി എന്ന് പറയുന്ന തുടക്കം മുതൽ RSS-ന്റെ കോഴിക്കോട് കേന്ദ്രീകരിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രചാരകരിൽ ഒരാളായിരുന്ന ഡോക്ടർ മാധവൻകുട്ടി അവിടെ നിയമസഭയിലേക്ക് UDF BJP പൊതുസ്ഥാനാർത്ഥി. ആ പരീക്ഷണം പാളിപ്പോയതിനെ കുറിച്ചിട്ട് കേരളത്തിൽ നിസ്വാർത്ഥമായ പ്രവർത്തനത്തിലൂടെ BJP-കാരൻ തന്നെയാണ്, RSS-കാരൻ തന്നെയാണ്. പക്ഷെ KG മാരാരുടെ രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ച് ഇപ്പോൾ K. സുരേന്ദ്രനാദികൾക്കെതിരെ ഉയർന്നതുപോലെയുള്ള ഒരു ആക്ഷേപം ആർക്കും ഉന്നയിക്കാനുണ്ടാവില്ല. ആ KG മാരാരുടെ ജീവചരിത്രത്തിലാണ് എഴുതി വെച്ചിട്ടുള്ളത്. താങ്കളെപ്പോലെ തന്നെ ഒരു മാധ്യമപ്രവർത്തകനാണ്. ഇന്ന് വരെ അത് പിൻവലിക്കാനോ അത് തള്ളിക്കളയാനോ BJP-ക്ക് പറ്റിയിട്ടില്ല. എന്ന് മാത്രമല്ല, ആ പുസ്തകം പ്രസിദ്ധീകരിച്ച് തന്നെ BJP-യുടെ മലയാളത്തിലെ പ്രസിദ്ധീകരണ വിഭാഗമാണ്, കുരുക്ഷേത്ര പ്രകാശനാണ് എന്നുള്ളതും കൂടി കാണുക. അന്ന് തൊട്ടിങ്ങോട്ട് കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ BJP-ക്ക് സ്വീകാര്യത ഉണ്ടാക്കി കൊടുക്കുന്ന വിധത്തിൽ നിങ്ങൾ കോൺഗ്രസ് UDF നടത്തിയിട്ടുള്ള ഈ പിന്നാമ്പുറത്തിന്റെ ഇപ്പോഴത്തെ വിളിയല്ലേ ഈ ശ്രീകണ്ഠൻ MP വിളിച്ചു എന്ന് പറയുന്ന വിളി? അത് വെറുതെ ഒരു തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ സ്വാഭാവികമായിട്ടും എല്ലാവരെയും വിളിക്കുന്നത് പോലെ വിളിച്ചു എന്നുള്ളതാണോ ശ്രീകുമാറിനെ പോലെ ഒരു മാധ്യമപ്രവർത്തകൻ കാണുന്നത്? 91 തുടങ്ങിയിട്ടുള്ള പണം കൊടുത്തും പ്രലോഭിപ്പിച്ചും സ്ഥാനമാനങ്ങൾ വാഗ്ദാനം ചെയ്തുമെല്ലാം നടത്തിയിട്ടുള്ള ഈ അന്തർധാരയാണത്. അതല്ലേ നേമത്ത് കേരളത്തിൽ ആദ്യമായിട്ട് അക്കൗണ്ട് തുറക്കാൻ ഇടയാക്കിയിട്ടുള്ളത്. 32,000 വോട്ടുണ്ടായിരുന്ന UDF കുത്തനെ 12,000-ലേക്ക് വരുന്നു. പക്ഷേ വീണ്ടും നിങ്ങൾ ശക്തനായ സ്ഥാനാർത്ഥിയെ അവിടെ K. മുരളീധരനെ നിർത്തിയപ്പോൾ UDF-ന്റെ വോട്ടുകൾ നിങ്ങൾ നേടിയപ്പോൾ അവിടെ V. ശിവൻകുട്ടി ജയിച്ചു വരുന്നു. ഇത് നമ്മൾ കണ്ടില്ലേ? ഇപ്പോ ലോക്സഭയിലേക്ക് അക്കൗണ്ട് തുറന്ന തൃശ്ശൂർ നമ്മുടെ മുന്നിൽ 87,000 വോട്ട് UDF-ന്റേത് കുറയുന്നു. നമ്മുടെ മുന്നിൽ നിൽക്കുകയല്ലേ ഈ അനുഭവവും ചരിത്രവും. അതുകൊണ്ട് ഈ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിനെ തുടർന്ന് BJP-യിൽ ഉണ്ടായിട്ടുള്ള പൊട്ടിത്തെറി അതൊരു രൂക്ഷമായ പ്രശ്നമല്ലേ? കേവലമായിട്ട് അവിടെ 10,000 വോട്ട് പോയതോ നിങ്ങൾ പ്രതീക്ഷ പോലെ വിജയിക്കാൻ കഴിഞ്ഞതോ മാത്രമല്ല ഷാബു പ്രസാദ് ചർച്ച ചെയ്യുന്നത്.
ആ ഉപതെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്ന് കേരളത്തിലെ BJPയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പൊട്ടിത്തെറികളാണ്, അതിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങളാണ്. അതാണ് നേരത്തെ ലാൽ സൂചിപ്പിച്ചതുപോലെ കോഴിക്കോട്ടെ BJP ഓഫീസിന്റെ മുറ്റത്ത് കുറുവാ സംഘമാണ് കേരളത്തിലെ BJP നേതൃത്വം. അത് തന്നെയും ഒറ്റപ്പെട്ടതാണോ? നിങ്ങൾ ഇങ്ങനെ പണത്തിനു വേണ്ടിയും സമ്പത്തിനു വേണ്ടിയും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയും എന്തും ചെയ്യും കേരളത്തിലെ BJP നേതൃത്വം. കാസർകോട്ടെ BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നമ്മൾ കണ്ടില്ലേ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്? അവിടെ ഈ പാലക്കാടൊക്കെ 2ാം സ്ഥാനത്ത് വരുന്നതിന് മുമ്പേ കേരളത്തിൽ BJP വേരുറപ്പിക്കുകയും എത്രയോ ദശകങ്ങൾക്ക് മുമ്പ് തന്നെ 2ാം സ്ഥാനത്ത് എത്തുകയും ചെയ്തതാണ് ലാലെ കാസർഗോഡ് നിയമസഭാ മണ്ഡലം. ആ നിയമസഭാ മണ്ഡലം നിൽക്കുന്ന കാസർഗോഡ് നഗരത്തിൽ BJP വലിയ ശക്തിയാണ്. അവിടുത്തെ നഗരസഭയിൽ അവർ അധികാരത്തിലെത്തിയിട്ടില്ലെങ്കിലും എത്രയോ കാലമായി അവർ പ്രധാനപ്പെട്ട പ്രതിപക്ഷമാണ്. LDF അല്ല, LDF അവിടെ എത്രയോ ദശകങ്ങളായി 3ാം സ്ഥാനത്താണ്. അവിടെ BJP ആണ്. ആ BJPക്ക് സ്വാധീനമുള്ള കാസർഗോട്ടെ BJPയുടെ സംസ്ഥാന ജില്ലാ കമ്മിറ്റി ഓഫീസ് ആ നഗരത്തിലെ BJP പ്രവർത്തകർ പോയി പൂട്ടിയിട്ടില്ലേ? അവർ പ്രത്യേകം താഴിട്ട് പൂട്ടിയില്ലേ? BJPയുടെ ഒരു വിഭാഗം നേതാക്കൾക്ക് ഇപ്പോഴും ആ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കയറാൻ പറ്റുന്നില്ലല്ലോ, അവരെ അവിടെ അടുപ്പിക്കുന്നില്ലല്ലോ. കാസർകോട്ടെ BJPയിൽ നിൽക്കുകയല്ലേ? എന്തിന്റെ ഭാഗമായിട്ടാ? അപ്പൊ ഇത് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് കാണേണ്ടത്. BJPയുടെ ആഭ്യന്തരകാര്യം BJP നോക്കട്ടെ. BJP തകരുകയാണെങ്കിൽ ഇങ്ങനെയെല്ലാം ഗ്രൂപ്പ് കളിച്ചും അധികാരം നടത്തിയും അതിനാ ഞങ്ങളും ആഗ്രഹിക്കുന്നത്. ഇടതുപക്ഷം നിൽക്കുന്നതില്ല. അവിടെ BJP ഇങ്ങനെ കുറുവാ സംഘമായി ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുന്നതിൽ ഞങ്ങൾക്ക് ആഹ്ലാദമേ ഉള്ളൂ. ശ്രീ ഷാബു പ്രസാദ്, ഇത് BJPയുടെ ഒരു ആഭ്യന്തര പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾ പറഞ്ഞതുപോലെ അങ്ങനെ നിസ്സാരവൽക്കരിച്ച് പോകാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത്. കാരണം ഇത് കേരളത്തിന്റെ പൊതു രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇടപെടുന്ന ഒരു ഘട്ടം കൂടി എത്തിയിട്ടുണ്ട്. BJPക്കകത്ത് നിന്ന് BJP നേതാക്കളോടുള്ള അതിർത്തിയിൽ പലതരത്തിലുള്ള വിഭാഗീയതയുണ്ടായി. അതിൽ നിന്ന് ആളുകൾ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇടപെട്ട് അവരുമായി സഹകരിച്ച് അവർക്ക് വിജയമുണ്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ സംഭാവന ചെയ്യുന്നു. ഇതൊരു തരം ഡീല് അല്ലെങ്കിൽ കച്ചവടം പോലെയുള്ള കാര്യങ്ങളായി മാറുന്നു. ഇത് അറിയണ്ടേ, നമ്മൾ മനസ്സിലാക്കണ്ടേ? ഇത് രഹസ്യമായി അങ്ങ് BJP തിരുത്തിക്കോളും തീരുമാനിച്ചോളൂ എന്ന് പറഞ്ഞാൽ മതിയോ? ഇപ്പോൾ ഇവിടെ പറഞ്ഞ കഥകൾക്കൊക്കെ ഉത്തരം വേണ്ടേ? എന്തായാലും ശ്രീ മുസ്തഫ ഒരു കാര്യം ഇവിടെ അദ്ദേഹം കെ ജി മാരാരുടെ ആത്മകഥയെപ്പറ്റി ഇവിടെ അദ്ദേഹം പരാമർശിച്ചു. ആ ആത്മകഥയിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. 1991 ഇവിടെ കോലീബി സഖ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. അതിൻ്റെ അകത്ത് യാതൊരു സംശയവുമില്ല. അതാരും നിഷേധിക്കുന്ന കാര്യവുമില്ല. BJPയെ സംബന്ധിച്ചോളം അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയോടും അസ്പൃശ്യതയോ രാഷ്ട്രീയ അയിത്തമോ ഇല്ല. ഓരോ കാലഘട്ടത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യം അനുസരിച്ച് അവർ പലരോടും കൈകോർത്തിട്ടുണ്ട്. അത് കൈകോർക്കുകയും ചെയ്യും. ഇനിയും അതുണ്ടാകും. അതങ്ങനെ തന്നെയാണ്. അത് നിഷേധിച്ചിട്ടൊന്നുമില്ല. അതാണ് കെ ജി മാരുടെ ആത്മകഥയിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ട് തന്നെ എഴുതിയത്. ഇപ്പോൾ കോൺഗ്രസ്സുകാരെ നിഷേധിക്കുമായിരിക്കും. ഇനിയും അദ്ദേഹത്തെ മറ്റൊരു കാര്യം കൂടെ ഇവിടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അവരിപ്പോൾ ഇവിടെ കിടന്ന് വേളം ഉണ്ടാക്കും. CPM-ഉമായിട്ടും BJP ഇതുപോലെ കൈകോർത്തിട്ടുണ്ട് സാർ, ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ പറയുമായിരിക്കും അത് അന്നത്തെ ജനതാ പാർട്ടിയുടെ ഭാഗമാണ്, അപ്പിടിയാണ് ഇപ്പിടിയാണ്. RSSൻ്റെ നേതാവായിട്ടുള്ള ബേസിക്കലി RSSകാരൻ തന്നെയായ LK അദ്വാനി കൂത്തുപറമ്പിൽ വന്ന് പ്രചരണം നടത്തിയിട്ടുണ്ട് പിണറായി വിജയന് വേണ്ടിയിട്ട്. ഇവിടെ നടന്നിട്ടുള്ള കാര്യവും അത്. അതിൻ്റെ ആരും നിഷേധിക്കുന്ന കാര്യമല്ല. 1989 പൊതു തെരഞ്ഞെടുപ്പിൽ രാജീവ് ഗാന്ധിയുടെ സർക്കാരിനെ, കോൺഗ്രസ് സർക്കാരിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷവും BJPയും പ്രതിപക്ഷവും എല്ലാം കൂടി ഒരുമിച്ച് തന്നെയാണ് മത്സരിച്ചിട്ടുള്ളത്. അവർ കൃത്യമായി മീറ്റിങ്ങുകളിൽ താങ്കൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉയർത്തി. അത് ഒരു മിനിറ്റ് പറഞ്ഞു തരട്ടെ എന്നിട്ട് പ്രതികരിക്കട്ടെ. അപ്പം എല്ലാ ആഴ്ചയിലും കൃത്യമായിട്ട് പ്രതിപക്ഷ നേതാക്കളും കോൺഗ്രസിൽ നിന്ന് തെറ്റി ജനതാദള്, ഇടതുപക്ഷം, BJP ഇവരെല്ലാം ഒരുമിച്ചിരുന്ന് മീറ്റിങ്ങുകൾ കൂടി അതിൻ്റെ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. VP സിംഗ് സർക്കാരിന് പുറത്തു നിന്ന് പിന്തുണ കൊടുത്തിരുന്നത് BJPയും ഇടതുപക്ഷവും ഒരുമിച്ച് തന്നെയാണ്. എന്നിട്ട് ആ VP സിംഗ് സർക്കാർ താഴെ പോയതെങ്ങനെയാണ്? നിങ്ങളുടെ പിന്തുണ വേണ്ട എന്ന് നിങ്ങളുടെ തനി സ്വഭാവം എടുത്തപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞ അവർ തള്ളിക്കളഞ്ഞിട്ട് പോയില്ലേ? അല്ല, 2008 നിങ്ങളുടെ തനി സ്വഭാവം UPA സർക്കാരിനോട് നിങ്ങൾ എടുത്തില്ലേ? അത്രയേ ഉള്ളൂ. അതൊക്കെ ഓരോ സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ കാണിക്കും. നിങ്ങളുടെ നേതാവായിരുന്നല്ലോ അന്ന് സ്പീക്കർ,
അല്ലേ? സോമനാഥ് ചാറ്റർജി മുതിർന്ന CPM നേതാവായിരുന്ന സോമനാഥ് ചാറ്റർജി CPM എടുത്ത ഈ തീരുമാനം എടുത്തപ്പോൾ പോയി പണി നോക്കടാന്നും പറഞ്ഞോണ്ടല്ലേ അവിടെ ശരി ശരി ഡോക്ടർ മുസ്തഫ, ഷാബു പ്രസാദ് പറഞ്ഞ ആ കാര്യത്തോട് താങ്കൾ നേരത്തെ പ്രതികരിക്കാൻ വന്നത് എന്താണ്? ഒറ്റ മിനിറ്റ്. ഷാബു പ്രസാദ് ചരിത്രവിരുദ്ധമായിട്ട് കാര്യങ്ങളെ അവതരിപ്പിക്കരുത്. ജനതാ പാർട്ടി തന്നെയാണ്. അതിൽ ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടായിട്ടില്ല, അതിൽ ഭാരതീയ ജനസംഘം ഉണ്ടായിട്ടില്ല. നിങ്ങൾ ആ മേൽവിലാസങ്ങൾ ഉപേക്ഷിച്ചു. എന്നിട്ട് ജയപ്രകാശ് നാരായണന്റെ കൂടെ, കേരളത്തിൽ അരവിന്ദ് കെജ്രിവാളിന്റെ കൂടെ, സോഷ്യലിസ്റ്റുകളുടെ കൂടെ കൂടി പുതിയ പാർട്ടി ഉണ്ടായി. ആ പുതിയ പാർട്ടിയുടെ ഭാഗമായിട്ടാണ് നിങ്ങൾ നിന്നത്. നിങ്ങൾ അതിൽ RSS ആണെന്ന് പറഞ്ഞപ്പോൾ ജനതാ പാർട്ടിക്കാർ നിങ്ങളെ പുറത്താക്കി. അപ്പൊ പിന്നെ നിങ്ങൾ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അതിനെ ഈ പറഞ്ഞ 91 അനുഭവമായിട്ട് സമീകരിക്കരുത്. നിങ്ങൾ 91 BJP എന്നുള്ള മേൽവിലാസം ഉപേക്ഷിച്ചിട്ടല്ല നിങ്ങൾ UDF-ഉമായിട്ട് കൈകോർത്തത്. ഈ BJP എന്ന മേൽവിലാസത്തോട്, അതേ അഡ്രസ്സോട് കൂടിയാണ് നിങ്ങൾ പോയത്. അപ്പൊ രണ്ടും രണ്ടല്ലേ ഷാബു പ്രസാദ്? അത് തന്നെയാണോ ഇപ്പോഴും നടക്കുന്നതെന്നാണ്? അത് തന്നെയാണോ ഇപ്പോഴും നടക്കുന്നത്? 91 കോലീബി സഖ്യം എന്താണോ അതുപോലെ തന്നെയാണോ ഇപ്പൊ പാലക്കാട് നടക്കുന്നത്? ലാലെ ഒരു കാര്യം കൂടി, ലാലെ ഒരു കാര്യം കൂടി പിന്നെ അന്ന് അങ്ങനെ ജനതാ പാർട്ടിയുമായിട്ട് ഉണ്ടാക്കിയപ്പോൾ, അതുപോലെ VP സിംഗിന്റെ ഗവൺമെന്റിന്റെ കാര്യം പറഞ്ഞു. അപ്പോഴും BJP-യുമായിട്ട് ഞങ്ങൾ ജോയിന്റ് പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടില്ല. ഒരു ഇടതുപക്ഷ പാർട്ടിയും അന്ന് ജോയിന്റ് പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ വേറെ പിന്തുണ കൊടുത്തു, അവർ വേറെ പിന്തുണ കൊടുത്തു. അതേസമയം UPA ഗവൺമെന്റിന് പിന്തുണ കൊടുക്കുമ്പോൾ ഞങ്ങൾ ആ UPA-യിൽ അംഗമായിരുന്നു. ഞങ്ങൾ അതിൻ്റെ പിന്നെ കോമൺ മിനിമം പ്രോഗ്രാം ഉണ്ടാക്കാൻ, അതിൻ്റെ പൊതു മിനിമം പരിപാടി തയ്യാറാക്കാൻ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഇപ്പൊ ഇന്ത്യ കൂട്ടായ്മയിൽ ഞങ്ങൾ കോൺഗ്രസിന്റെ കൂടെ ഒരുമിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കാലത്തും RSSന്റെ BJP-യുടെ കൂടെ ഒരു ജോയിന്റ് പ്ലാറ്റ്ഫോമും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. അത് രാഷ്ട്രീയത്തിലെ ശരിയായ ചരിത്രമായിട്ട് തിളങ്ങി നിൽക്കുകയാണ്. യെസ്, എന്തായാലും ഈ ചരിത്രവുമായി കൂട്ടി വെക്കുകയാണ് ശ്രീ ഷാബു പ്രസാദ്. N ശിവരാജനും പ്രമീള ശശിധരനും ഒക്കെ പാലക്കാട്ടെ രാഷ്ട്രീയത്തിൽ BJP എടുക്കുന്ന നിലപാടുകളെ കുറിച്ചൊക്കെ, പാലക്കാട്ടെ പരാജയത്തിൻ്റെ കാര്യം ചോദിക്കുമ്പോഴും ഈ ബന്ധങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതും മനസ്സിലാകുന്നില്ല. ചർച്ചയുടെ അവസാന ഘട്ടമാണ്. ശ്രീ ഷാബു പ്രസാദ്, ഇപ്പോൾ BJP നടക്കുന്നത്, കേരളത്തിലെ BJP നടക്കുന്നത് താങ്കൾ ഈ പറഞ്ഞ പോലെയുള്ള പ്രത്യയശാസ്ത്രപരമായ താത്വികമായ കാര്യങ്ങളൊന്നും അല്ല. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടൽ, ചില വിഭാഗീയമായ ഗ്രൂപ്പിസത്തിൻ്റെ അതിപ്രസരം, ഇതൊക്കെയാണ് അതിൻ്റെ ഭാഗമായി ഇന്നിപ്പോൾ വന്നിരിക്കുന്ന ഒരു തീരുമാനം, ഒരു ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നാരായണൻ നമ്പൂതിരിയെ മാറ്റണം സംസ്ഥാന വരണാധികാരി സ്ഥാനത്ത് നിന്ന്. സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണല്ലോ, അദ്ദേഹം മാറണം. കാരണം അദ്ദേഹം പാലക്കാട് ഇലക്ഷനിൽ നമ്പൂതിരിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ്. ആരുടെ ആവശ്യമല്ല അല്ലേ? ആരുടെ ആവശ്യമാ? ആരുടെ ആവശ്യം? കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ വി മുരളീധരന് എതിരായി നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നിരീക്ഷിക്കപ്പെടുന്നത്. മുരളീധരന്റെ ഭാഗത്തുള്ള നാരായണൻ നമ്പൂതിരിയെ മാറ്റാൻ സുരേന്ദ്രനൊപ്പമുള്ള ആളുകളാണ് ആവശ്യപ്പെടുന്നത് എന്നാണ് വാർത്ത. അവര് നിങ്ങളോട് പറഞ്ഞോ? ഇതൊന്നും പുറത്തു പറയില്ലല്ലോ. അവര് നിങ്ങളോട് പറഞ്ഞോ? ഇപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടാണോ? ശിവരാജൻ പല കാര്യങ്ങളും പറയാതെ പറയുന്നുണ്ട്, പ്രമീള ശശിധരൻ പറയാതെ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന ഓരോ ഭാവനകൾക്കും മറുപടി പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. അത് അല്ല, ഇപ്പൊ ഇന്ന് പോസ്റ്റർ ഇറങ്ങിയില്ലേ ഈ കോഴിക്കോട്ടെ BJP-യുടെ ഓഫീസിൽ, താങ്കൾ ഇരിക്കുന്ന കോഴിക്കോട്ടെ BJP-യുടെ ആ പാർട്ടി ഓഫീസിന്റെ ആ എന്താണ് ആ ബോർഡിന്റെ പുറത്ത് പോസ്റ്റർ ഒട്ടിച്ചില്ലേ, സേവ് BJP എന്ന് പറഞ്ഞിട്ട്? അത് അറിഞ്ഞില്ലേ നിങ്ങളാരും? ഇല്ല, ഇവിടെ ഈ നാട് നിങ്ങളെ സേവ് CPM എന്നും പറഞ്ഞുകൊണ്ടൊരു ആക്ഷൻ ഇപ്പോഴും നടക്കുന്നുണ്ട്. അതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയാവോ? അല്ല, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയുന്നുണ്ടല്ലോ? അതിനെക്കുറിച്ച് പറയുന്ന പോലെ അല്ലെങ്കിൽ ഒരു ബഹുജന പ്രസ്ഥാനത്തിൽ പെട്ടെന്ന് ഇങ്ങനൊരു ഡെവലപ്മെൻ്റ് ഒക്കെ ഉണ്ടാകുമ്പം അങ്ങനെ ഉണ്ടാകാവുന്ന ചില ഈ പറഞ്ഞ പോലെ കുറേ ഇമോഷണലായിട്ടുള്ള ഔട്ട്കം എന്നുള്ളതിനപ്പുറം ഇതിന്റെ അകത്ത് അല്ലാതെ ഇതൊന്നും നടക്കാത്ത പാർട്ടിയാണ് BJP ആണല്ലോ നിങ്ങളൊക്കെ പറഞ്ഞിരുന്നത്. BJP ഒരു വ്യത്യസ്ത പാർട്ടിയാണ്, ഇതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞിരുന്നത് അടുത്ത് ഇപ്പോൾ അത് കോൺഗ്രസ് പോലെയായി. നിങ്ങൾ ഇതൊക്കെ മടുക്കുമ്പോൾ കുറെ പേര് പോയി കോൺഗ്രസിൽ പോയി ഇരിക്കും, അവിടുന്ന് മടുക്കുമ്പോൾ തിരിച്ച് വീണ്ടും BJP വരും. എന്തായാലും ഇതിൽ നിന്ന്
ഇതിൽ നിന്ന് ആരും പോയി ആത്മകഥ എഴുതി കൃത്യസമയം ഇലക്ഷൻ്റെ നിർണായക നിമിഷത്തിൽ അത് പുറത്തുവിട്ട് എന്നിട്ട് ആത്മകഥ ഞാൻ എഴുതിയതല്ല, എൻ്റെ ആത്മകഥ DC ബുക്സ് എഴുതിയതാണ്, അതെനിക്കറിയാൻ വയ്യ. അതേപോലെ ഇങ്ങനെയുള്ള അപസർപ്പക കഥകളൊന്നും എന്തായാലും ഈ BJP-യിൽ നിന്നല്ല, CPM നിന്നല്ലാതെ ലോകത്തൊരിടത്തൊന്നും പുറത്തു വരാൻ പോകുന്നില്ല. അതുകൊണ്ട് ആദ്യം അവനവന്റെ കണ്ണിലെ കോലെടുത്തിട്ട് മാരാന്റെ കണ്ണിലെ കരടെടുക്കാൻ CPM. അല്ല ഇപ്പോഴെന്തായാലും കോലും കരടും ഒക്കെ BJP-യിലാണ്. ഇന്നത്തെ ദിവസത്തെ ചർച്ച മുഴുവൻ എല്ലാവർക്കും അത് മാത്രമാണ്, അല്ലാതെ മറ്റു പാർട്ടികളെ കുറിച്ചൊന്നും കോലും കരടും ഒക്കെ ഇന്ന് BJP-യുടെ നേതാക്കളുടെ കണ്ണിലാണ്. ആയിക്കോട്ടെ, ശരി, ആയിക്കോട്ടെ. BJP-ക്ക് കുഴപ്പമുണ്ടെങ്കിൽ BJP-യുടെ കണ്ണിൽ കരടോ കോലോ എന്തുണ്ടെങ്കിലും അത് നിങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. അവസാനത്തെ മിനിറ്റുകളിലാണ് ഈ ചർവണം നടത്തുന്നത്. അതുകൊണ്ട് മാത്രം പോലും മാറാതെ വന്ന് നിൽക്കുന്നത് കോൺഗ്രസിലാണ്. കോൺഗ്രസിൽ അതിനുള്ള സൗകര്യമുണ്ട് എന്നതുകൊണ്ട് അവർക്ക് മറ്റു പ്രസ്ഥാനങ്ങളെ പോകാൻ പറ്റില്ല. കോൺഗ്രസ് നിൽക്കുന്നു. അതാണോ തുടരാൻ പോകുന്നത്? 91-ലെ കഥ ഇന്നും പറയുകയാണ്. ഇതിനി ആവർത്തിക്കാൻ പോവുകയാണോ കോൺഗ്രസ്? നോക്കൂ ലാലേ, കണ്ണൂരിലത്തെ മുസ്തഫയുടെ നാട്ടിലെ പ്രമുഖ നേതാവ് OK വാസു എന്ന BJP RSS നേതാവ് CPM-ലാണ്. അതാണ് ലാൽ ചോദിച്ച ഒരു ചോദ്യത്തിന് ഉത്തരം. മറ്റുള്ളത് കോലീബി സഖ്യമൊക്കെ രാഷ്ട്രീയ യാഥാർത്ഥ്യമായിട്ട് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തതാണ്. നേമത്ത് വിജയിച്ച രാജഗോപാൽ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത് CPM-ൻ്റെ നേതാവ് ശ്രീരാമകൃഷ്ണനാണ്. മനസ്സിലായല്ലോ, അതാദ്യം മനസ്സിലാക്കുക. പിന്നെ ഈ പഴയ കാലത്ത് പാലക്കാട്ട് ശിവദാസമേനോൻ്റെ തെരഞ്ഞെടുപ്പിൽ പ്രസംഗിച്ചതും LK അദ്വാനിയാണ്. അതൊക്കെ ചരിത്രം ഒരുപാടുണ്ട്, അത് നമ്മൾ നിഷേധിക്കേണ്ട. കോലീബി പോലെ തന്നെ അങ്ങനെ അപ്പുറത്തുമുണ്ട്. പിന്നെ സുരേന്ദ്രനെ മാറ്റില്ല BJP. കാരണം കേരളത്തിലെ CPM നേതൃത്വമായിട്ട് ഇത്രയും നല്ല ബന്ധം സ്ഥാപിച്ചൊരു BJP പ്രസിഡന്റ് ഉണ്ടാകില്ല. അതുകൊണ്ട് BJP സുരേന്ദ്രനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റാനും സാധ്യതയില്ല. ഇതൊക്കെയാണ് നമ്മൾ ഇപ്പോൾ സുരേന്ദ്രന്റെ കാലത്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടിയിലേക്ക് സന്ദീപ് വാര്യരെ കൊണ്ടുവെക്കാൻ പറ്റുന്നത്. അദ്ദേഹത്തിന് RSS ഉപേക്ഷിക്കാതെ സന്ദീപ് വാര്യരെ നിങ്ങളുടെ പാർട്ടിയിൽ കൊണ്ടുവെക്കാൻ പറ്റുന്നു. അതുപോലെ ഇനി BJP-യുടെ മുൻ അധ്യക്ഷന്മാരും ജില്ലാ അധ്യക്ഷന്മാരും അവരെയൊക്കെ നിങ്ങളുടെ കൂടെ നിർത്താം. അവിടെ എന്തെങ്കിലും അസൗകര്യം വരുമ്പോൾ വീണ്ടും BJP പോയി നിൽക്കാം. ഈ സൗകര്യം സുരേന്ദ്രൻ അധ്യക്ഷനായിരിക്കുന്ന BJP ഉള്ള കാലത്ത് മാത്രമേ ഉള്ളൂ സാർ, ഈ ഓഫർ. സന്ദീപ് വാര്യർ നിലപാട് വ്യക്തമാക്കിയിട്ടാ വന്നേ. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, CPM BJP-ക്ക് സംഭാവന ചെയ്ത ആൾക്കാരാ. അല്ലല്ല, CPM എന്നല്ല BJP-ക്ക് പോയത്, കോൺഗ്രസിനും അദ്ദേഹം BJP-യിലേക്ക് പോയത്. എന്തായാലും ആയിക്കോട്ടെ, അദ്ദേഹം കേരളത്തിൽ നിന്ന് ജയിച്ച നിങ്ങളുടെ MP ആയിരുന്നു. നിങ്ങളുടെ MP ആയിരുന്നു. അവസാനത്തെ 30 സെക്കൻഡ് നിങ്ങളുടെ MP-യെ നിങ്ങൾ കോൺഗ്രസിനും അത് കഴിഞ്ഞ് BJP-ക്കും ഒക്കെ വന്നതാണ്. സന്ദീപ് അല്ല, നോക്കൂ ലാലെ സന്ദീപ് വാര്യർ 3 കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് കോൺഗ്രസിലേക്ക് വന്നത്. ഒന്ന്, ഞാൻ സംഘപരിവാർ ആശയങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയുന്നു, അതിൽ പെട്ടതാണ് RSS. 2, കോൺഗ്രസ് മുക്ത ഭാരത് എന്ന BJP മുദ്രാവാക്യം അംഗീകരിക്കുന്നില്ല. 3, രാഹുൽ ഗാന്ധിയുടെ സ്നേഹക്കടയിലേക്ക് ഞാൻ വന്നത്. ഇത്രയും പറഞ്ഞ ഒരാൾ കോൺഗ്രസിൽ വന്നിട്ട് പിന്നെ നിങ്ങൾ RSS-കാരനെന്ന് പറയുന്നത് അത് സ്നേഹത്തിന്റെ കടയിലേക്കാണ് വന്നതെന്ന് അദ്ദേഹം വന്ന ദിവസം പറയുന്നത് കേട്ടു. മറ്റു 2 കാര്യങ്ങളും അങ്ങ് ആ ദിവസം പറഞ്ഞത് ഞാൻ കേട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ 2-ാം ദിവസം അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം കൂടി ഞാൻ കേട്ടു. RSS-ന് പൈതൃകമായി കിട്ടിയ ഭൂമി 1 വർഷത്തിനകം അവർ വരികയാണെങ്കിൽ കൊടുക്കും, ഞാനിങ്ങനെ കാത്തു സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്, അമ്മയുടെ ആഗ്രഹമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. RSS പോലെ ഒരു പ്രസ്ഥാനത്തെ വളർത്താൻ അമ്മ ആഗ്രഹിച്ചപ്പോൾ കൊടുക്കാൻ വേണ്ടി. ഡോക്ടർ VP മുസ്തഫ, അവസാനത്തെ സെക്കൻഡുകൾ താങ്കൾ ചർച്ച അവസാനിപ്പിക്കാം. ഒരു മിനിറ്റ് എസ് രാമേന്ദ്രൻപിള്ള, CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം എസ് രാമേന്ദ്രൻപിള്ള പണ്ട് RSS ബന്ധത്തെക്കുറിച്ച് ഒരു വലിയ മലയാള മനോരമ പത്രത്തിന്റെ സൺഡേ സപ്ലിമെന്റിൽ ഒന്ന് വായിച്ചു നോക്കുന്നത്. ശരി ഡോക്ടർ മുസ്തഫ. ഞാൻ പറഞ്ഞത് ശ്രീകുമാറിനെ പോലെയൊക്കെയുള്ള ആളുകൾ ഇങ്ങനെ വളരെ ലഘുവായിട്ട് കാര്യങ്ങൾ കാണുന്നത് എത്രമാത്രം ഖേദം പ്രകടിപ്പിക്കേണ്ടി വരികയാണ് എന്നുള്ളതാണ്. നമ്മുടെ മുന്നിലൊരു വാസ്തവം കിടക്കുകയല്ലേ. യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ നിലയിൽ നിങ്ങളുടെ വലിയ നേതാക്കൾ AK ആന്റണിയുടെ മകൻ, K കരുണാകരൻ്റെ മകൾ, ഇവരെ എല്ലാം BJP-യിലേക്ക് സംഭാവന ചെയ്ത ആരാ? ഞങ്ങളാണോ? അപ്പോൾ എന്നിട്ട് നിങ്ങൾക്ക് ഇനിയും ഈ അപകടം മനസ്സിലാകുന്നില്ലെങ്കിൽ
കേരളത്തിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന ഈ വോട്ട് കച്ചവടവും ഈ അവിഹിത ബന്ധങ്ങളും എങ്ങനെയാണ് കേരളത്തിന്റെ മതനിരപേക്ഷ രാഷ്ട്രീയത്തെ തകർക്കുകയും അവിടെ BJP-യെ പോലെ ഒരു വർഗീയ വിഷയത്തിന് ഇടം നൽകുകയും ചെയ്യുന്നത്? നിങ്ങൾ തീർക്കുന്ന അപകടം തിരിച്ചറിഞ്ഞ് അതിനെ പ്രതിരോധിച്ച് കോൺഗ്രസിനെ ഒന്നുകൂടി കുറച്ചുകൂടി ഐഡിയോളജിക്കലാക്കാൻ വേണ്ടിയിട്ട് ശ്രീകുമാർ സാർ നിങ്ങളുടെയൊക്കെ ഒരു ദൈക്ഷണിക ശേഷിയെ ഉപയോഗിക്കൂ. അപ്പുറത്ത് BJP-യുടെ ഈ തകർച്ച അത് ഉണ്ടാകണം. ലാലെ, നമ്മൾ അതിൽ വേവലാതിപ്പെടുകയല്ല വേണ്ടത്. BJP ഈ അബദ്ധ വഴികളിലൂടെ സഞ്ചരിച്ചോ അതിന് കേരളത്തിൽ എങ്ങനെയെങ്കിലും വേരോട്ടം ഉണ്ടാക്കാനുള്ള അവരുടെ ഈ ശ്രമങ്ങൾ തകരുക തന്നെയാണ് വേണ്ടത്. തീർച്ചയായിട്ടും. പക്ഷേ അവരുടെ ശ്രമങ്ങൾ തകരുമ്പോഴും ഒരു ഭാഗത്ത് ഒരു പ്രസ്ഥാനത്തെ വെച്ചുകൊണ്ട് സാധാരണ പ്രവർത്തകരെ വഞ്ചിച്ചുകൊണ്ട്, അതുകൊണ്ടാണല്ലോ ഇന്ന് കുറുവാ സംഘമാണെന്ന് പ്രവർത്തകർ എഴുതി വെച്ചത്. അവർ വഞ്ചിക്കപ്പെട്ടു എന്ന് അവർക്ക് സ്വയം തോന്നുന്നു. അവരെ നിർത്തിക്കൊണ്ട് മറ്റ് ഭാഗങ്ങളിലേക്ക് വോട്ടുകൾ ചോർത്തിക്കൊടുക്കുക, അല്ലെങ്കിൽ അവിടേക്ക് നേതാക്കന്മാരെ വിട്ട് ഇതൊരു ഡീലായി കൊണ്ടു നടത്തുക. ഇതാണ് കേരളത്തിലെ BJP ഇനി നടത്തിക്കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വരുന്ന ദിവസങ്ങളിലും ഇതിനുള്ള മറുപടി കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ പറയേണ്ടി വരും. മാധ്യമങ്ങൾ അത് ചോദിക്കും. ചോദിക്കുന്ന മാധ്യമങ്ങളെ ചവറെന്ന് വിളിച്ചതുകൊണ്ട് കാര്യമില്ല. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് ഡോക്ടർ മുസ്തഫ, ഒപ്പം N. ശ്രീകുമാർ, ഷാബു പ്രസാദ്. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു. 9 PM അസുതയുണ്ട്. നമസ്കാരം.